21/8/2024। बाबा कहते मीठे बच्चे, तुम हो चैतन्य लाइट हाउस। तुम्हें सबको बाप का परिचय देना है, घर का रास्ता बताना है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ചൈതന്യ ലൈറ്റ് ഹൗസാണ്. ചൈതന്യ ലൈറ്റ് ഹൗസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാബയുടെ പരിചയം കൊടുക്കണം. അതേപോലെ വീടിൻ്റെ വഴിയും പറയണമെന്ന് ബാബ പറയാം. അല്ലെ, ബാബയുടെ വീടിൻ്റെ വഴി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇത് ഭയങ്കര മഴയാണ്. ഇനി ബാബ ചോദ്യം ചോദിക്കുകയാണ്, ആകെ ചൽക്കർ कौन सा डायरेक्शन और किस विधि से अनेक आत्माओं को मिलने वाला है. അതായത് ബാബ ചോദിക്കുകയാണ്, മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു ഡയറക്ഷൻ, ഏത് വിധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു ഡയറക്ഷൻ, ഏത് വിധിയിലൂടെ അനേക ആത്മാക്കൾക്ക് കിട്ടാനുണ്ട് എന്ന് ബാബ ചോദിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു ഡയറക്ഷൻ, ഏതൊരു വിധിയിലൂടെ അനേക ആത്മാക്കൾക്ക് കിട്ടാനുണ്ട്. ഏതായിരിക്കും? സമയമായി കഴിയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ പോയി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഒരേ ഒരു ബാബ ബ്രഹ്മബാബയുടെ അടുത്ത്, അതായത് ശിവബാബ മാത്രമേ ഉള്ളൂ, സംരക്ഷകനായിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ എല്ലാവരും അവിടേക്ക് ഓടിയെത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴേക്കും സമയവും വൈകി. അപ്പം ലാസ്റ്റ് എല്ലാവരും മനസ്സിലാക്കും, ബ്രഹ്മബാബയല്ല, ശിവബാബ വന്നിട്ടുണ്ട്, ഈശ്വരൻ ഒന്നേയുള്ളൂ. അതെല്ലാം മനസ്സിലാക്കുമ്പോഴേക്ക് വൈകും, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ബാബ പറയാറുണ്ട്, അന്തിമാവുമ്പോ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കുട്ടികളിലൂടെ അറിയണം. അതായത് അവർക്ക് നമ്മളെ കാണുമ്പോൾ അവരുടെ ഇഷ്ടദേവൻ, ഇഷ്ടദേവി രൂപം കാണണം. അതായത് ബാബ പറയില്ലേ, നമ്മളിലൂടെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടേണ്ടത്. ബാബ പ്രത്യക്ഷപ്പെടേണ്ടത് നമ്മളിലൂടെയാണ്. അപ്പം നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും, ഇതെൻ്റെ ഇഷ്ടദേവനാണ്, ദേവിയാണ്. അപ്പം നമ്മളിലൂടെ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കാൻ പറ്റും. ബാബ പറയുന്നേ, ആകെ ചൽക്കർ बहुतों को यह डायरेक्शन मिलेगा कि तुम ब्रह्मा कुमार कुमारियों के पास जाओ तो तुमको यह वैकुंठ का प्रिंस बनने का ध्यान देंगे. അതായത് മുന്നോട്ട് പോകുമ്പോൾ അനേകർക്ക് ഈ ഡയറക്ഷൻ കിട്ടും. അതായത് നിങ്ങൾ ബ്രഹ്മകുമാരി കുമാരന്മാരുടെ അടുത്തേക്ക് പോകൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുണ്ഠത്തിൻ്റെ പ്രിൻസായി മാറാനുള്ള ജ്ഞാനം കിട്ടും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങും, ബ്രഹ്മകുമാരി കുമാരന്മാരുടെ അടുത്തേക്ക് പോയിക്കോളും. അവിടെ പോവുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക്, സത്യയുഗത്തിലേക്ക് പോകാനുള്ള, അവിടെ സത്യയുഗത്തിൽ പോയിട്ട് വൈകുണ്ഠത്തിൽ പോയിട്ട് പ്രിൻസായിട്ട് മാറാനുള്ള ജ്ഞാനം കിട്ടും. യഹ് ഇഷാര ഉന്നംകോ ബ്രഹ്മ കെ സാക്ഷാത്കാർ സെ മിലേഗ. ഈ ഒരു സൂചന അവർക്ക് ബ്രഹ്മാവിൻ്റെ സാക്ഷാത്കാരത്തിലൂടെ കിട്ടും എന്ന് ബാബ പറയാം. ബ്രഹ്മാബയുടെ സാക്ഷാത്കാരം എല്ലാവർക്കും കിട്ടും. अक्सर करके ब्रह्मा और श्री कृष्ण का ही साक्षात्कार होता है. അവസാന സമയത്തെ ബ്രഹ്മാവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും സാക്ഷാത്കാരമാണ് ഉണ്ടാവുക എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, ജൈസേ ആദി മേ സാക്ഷാത്കാർ കാ പാട്ട് ചല ഐസേ ഹി അന്ത് മേ ബി ചലനെ വാല ഹൈ. അപ്പോൾ ബാബ പറയാണ്, എങ്ങനെയാണോ ആദിയിൽ സാക്ഷാത്കാരത്തിൻ്റെ പാർട്ട് നടന്നത്, അതേപോലെ അന്തിമത്തിലും നടക്കേണ്ടതാണ് എന്ന് ബാബ പറയാം. അല്ല, അപ്പം അവസാനം അങ്ങനെ സാക്ഷാത്കാരങ്ങളൊക്കെ ഉണ്ടാകും. അതിലൂടെ ഒരുപാട് പേര് ബാബയുടെ അടുത്തേക്ക് വരും. അതാണ് ബാബ പറയുന്നത്.
ഓം ശാന്തി. ഓം ശാന്തി. बाबा बरया रूहानी बाप बच्चों से पूछते हैं, सबसे तो नहीं पूछते, पूछ नहीं सकते. അപ്പോൾ ബാബ പറയാണ് ആത്മീയ അച്ഛൻ കുട്ടികളോട് ചോദിക്കുക. എല്ലാവരോടും ചോദിക്കുന്നില്ല, കാരണം എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല. നളിനി ബേटे से पूछते हैं कि यहाँ क्या कर रहे हो. അപ്പോൾ ബാബ വിശേഷിച്ച് നമ്മുടെ നളിനി ദീദിയോട് ചോദിക്കുകയാണ്, എന്താ കുട്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കിസ്കി യാദ് മേ ബൈഠേ ഹോ ബാപ്കി. എന്നിട്ട് ആ നളിനി ദീദിയോട് ചോദിക്കുകയാണ്, നീ ആരെയാണോ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? ബാബയെ തന്നെയാണോ? സിർഫ് ബാപ്കി യാദ് മേ ബൈഠി ഹോ യാ ഓർ ഭി കുച്ച് യാദ് ഹേ. ബാബ ചോദിക്കുകയാണ്, നീ ബാബയെ മാത്രമാണോ ഓർമ്മിക്കുന്നത്, അതോ വേറെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ചോദിക്കുകയാണ് ബാബ. बाप की याद से तो विकर्म विनाश होंगे और क्या याद करते हो. കാരണം ഓർമ്മയിലൂടെയാണ് വികർമ്മ വിനാശമാകുന്നത്. അപ്പം എന്താ ഓർമ്മിക്കാനാണ് ബാബ ചോദിക്കുക? ഓർമ്മയിലൂടെയാണല്ലോ വികർമ്മ വിനാശമാകേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തോർമ്മിക്കാനാ? അത് തന്നെയാണ് ഓർമ്മിക്കേണ്ടത്, ബാബയെ തന്നെ. എന്നിട്ട് ബാബ പറയാ, യഹ് ബുദ്ധി കാ കാം ഹേ നാ. ഇത് ബുദ്ധിയുടെ കാര്യമല്ലേ? ബുദ്ധി കൊണ്ടാണല്ലോ നമ്മളിവിടെ ഭഗവാനെ ഓർമ്മിക്കുന്നത്. ഹം ആത്മാവും കോ അപ്നെ ഘർ ജാനാ ഹെ തോ ഘർ കോ ഭി യാദ് കർനാ ഹെ. നമ്മൾ ആത്മാക്കൾക്ക് തൻ്റെ വീട്ടിലേക്ക് പോകണം. നമ്മൾ ആത്മാക്കൾക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് എന്ത് വേണം? വീടിനെയും ഓർമ്മിക്കണം. വീട്ടിലേക്ക് പോകുമ്പോൾ വീടിനെ ഓർമ്മിക്കണം. അച്ഛാ ഓർ ക്യാ കർനാ ഹെ. ഓക്കെ, പിന്നെ എന്താ ചെയ്യാൻ? ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് ബാബ ചോദിക്കാം. ക്യാ ഗർമേ ജാക്കർ ബഡ് ജാന ഹേ. അപ്പോൾ ബാബ ചോദിക്കുക, വീട്ടിൽ പോയിട്ട് അങ്ങ് ഇരിക്കണമല്ലേ? നമ്മുടെ വീട് ബ്രഹ്മലോകമല്ലേ? അപ്പോൾ അവിടേക്ക് പോയിരിക്കണം. വിഷ്ണു കോ സുദർശന ചക്ര ദിഖാത്തെ ഹേ നാ. ഉൻക അർത്ഥ ബി ബാപ്നെ അത് സമഞ്ചായ ഹേ. അപ്പം വിഷ്ണുവിന് സ്വദർശന ചക്രം കാണിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനുഷ്യർക്കറിയില്ല. അതിൻ്റെ അർത്ഥവും ഇപ്പം ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. സുദർശന ചക്രത്തിൻ്റെ അർത്ഥം സോ അർത്ഥാത് ആത്മാക്കു ദർശൻ ഹുവ. സോ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൻ്റെ ദർശനമുണ്ടായി. 84 ജന്മമൊക്കെ ചക്രക്ക് 84 ജന്മങ്ങളുടെ ചക്രത്തിൻ്റെ ദർശനം, അതാണ് സ്വദർശനം. तो वह चक्र भी फिराना पड़े. അപ്പോൾ ആ ചക്രവും കറക്കണം അല്ലേ? അപ്പം തീർച്ചയായിട്ടും ആ ചക്രം കറക്കണം 84 ജന്മത്തിൻ്റെ. സാധാരണ ലോകത്തിൽ സുദർശന ചക്രം എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സുദർശനമല്ല, സ്വദർശനമാണ്. സ്വദർശനം, സ്വന്തം ദർശനം അല്ലേ? സ്വയത്തെ ദർശിക്കുക. എന്നിട്ട് ബാബ പറയാം, തും ജാൻതി ഹു ഹം 84 का ചക്ര ലഗാക്കർ ഘർ ജായെങ്കെ. ബാബ ചോദിക്കുക, നിങ്ങൾക്കറിയാമോ നമ്മളെ 84 ജന്മത്തിൻ്റെ ചക്രം കറക്കി വീട്ടിലേക്ക് പോകും. ഫിർ വഹാം സെ ആയെങ്കെ സത്യയുഗമേ പാർട്ട് ബച്ചാനെ. പിന്നീട് നമ്മൾ അവിടെ നിന്ന് വരും സത്യയുഗത്തിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? പാർട്ട് അഭിനയിക്കാൻ വേണ്ടി സത്യയുഗത്തിൽ വരുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, വിഷ്ണുക്കോ കോയി ചക്ര ഹോത്താനെ. നമ്മുടെ വിഷ്ണുവിന് ചക്രമൊന്നുമില്ല. ശരിക്കും ചക്രം കാണിക്കുന്നത് വിഷ്ണുവിനാണ്. പക്ഷേ ദേവതയായാൽ പിന്നെ ചക്രത്തിൻ്റെ ആവശ്യമില്ല. ശരിക്കും വിഷ്ണുവിന് ചക്രമൊന്നുമില്ല. വൗത്തോഹേ സത്യയുഗ ദേവത. വിഷ്ണു എന്ന് പറഞ്ഞാൽ ആരാണ്? സത്യയുഗത്തിലെ ദേവതയാണ് എന്ന് ബാബ പറയുകയാണ്. വിഷ്ണുപുരി കഹോ യാ ലക്ഷ്മി നാരായൺപുരി കഹോ സ്വർഗ് കഹോ. വിഷ്ണുപുരി എന്ന് പറഞ്ഞോളൂ, ലക്ഷ്മി നാരായണൻ്റെ പുരി എന്ന് പറഞ്ഞോളൂ, സ്വർഗം എന്ന് പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളാൻ പറയുകയാണ്. സ്വർഗമേ ലക്ഷ്മി നാരായൺ കാ രാജ്യത്ത. സ്വർഗത്തിലെ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നു എന്ന് ബാബ പറയാണ്. അഗർ രാധേ കൃഷ്ണ കാ രാജ് കർത്തേ ഹേ തോ യഹ് ഭൂൽ കർത്തേ. ഇനി രാധയുടെ കൃഷ്ണൻ്റെ രാജ്യം എന്ന് പറഞ്ഞുള്ളത് അത് തെറ്റാണ്. രാധയും കൃഷ്ണനും ഒരു രാജ്യത്തിലല്ലല്ലോ. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റില്ല? രാധയുടെയും കൃഷ്ണൻ്റെയും എന്ന് പറയാൻ പറ്റില്ല. അപ്പം ബാബ പറയാണ്, राधे कृष्ण का राज्य तो होता नहीं, क्योंकि दोनों अलग अलग राजाई के प्रिंसेस थे.
രാജായി കെ മാലിക് ഫിർ സ്വയംവര കെ ബാദ് ഹി ബനെ. രാധയും കൃഷ്ണനും 2 രാജ്യങ്ങളിലാണ് അല്ല, അപ്പോൾ ഒരു രാജ്യത്തെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരുടെ വിവാഹം കഴിയുമ്പോൾ അവരുടെ സ്വയംവരത്തിന് ശേഷം എന്താകും? അവർ രണ്ടുപേരും ഒരു രാജ്യത്തിലേക്ക് ആവുമല്ലോ, അല്ലെ? ഒരു രാജ്യത്തിലേതാവും? അപ്പം ബാബ പറയാം ലക്ഷ്മി നാരായണൻ്റെ രാജ്യം എന്ന് പറയാൻ സാധിക്കും. तो यह जो विष्णु को चक्र दिया है यह चक्र है तुम्हारा. അപ്പോൾ ബാബ പറയാ, ഈ ചക്രം ആർക്കാ കൊടുത്തിരിക്കുന്നത്? വിഷ്ണുവിനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളുടെയാണെന്ന് ബാബ പറയാം. കാരണം നമ്മളല്ലേ ഇപ്പം സ്വദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കണേ. അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാണ് तो यहाँ जब बैठते हैं तो सिर्फ शांति में नहीं बैठना है, वर्षा भी याद करना है. ബാബ പറയാം, നമ്മളെപ്പോഴാണോ ബാബയുടെ അടുത്ത് ഇരിക്കുന്നത് അപ്പോൾ കേവലം ഇങ്ങനെ ശാന്തമായിട്ടിരുന്നാൽ മാത്രം പോയി. ബാബയിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിനെയും നമ്മൾ ഓർമ്മിക്കണമെന്ന് ബാബ പറയാം. അപ്പോൾ ബാബയെയും ഓർമ്മിക്കണം, ബാബയുടെ സമ്പത്തും ഓർമ്മിക്കണം. എന്നിട്ട് ബാബ പറയാ, ഇസ്ലിയെ യഹ് ചക്ര ഹെ. അതുകൊണ്ടാണ് ഈ ചക്രം എന്ന് ബാബ പറയാം. സോ ദർശന ചക്രമല്ലേ. तो बाप कहते हैं तुम लाइट हाउस भी हो, बोलता चलता लाइट हाउस हो. ബാബ പറയാണ്, നിങ്ങൾ ലൈറ്റ് ഹൗസുമാണ്. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും എല്ലാം ലൈറ്റ് ഹൗസ് ആയിരിക്കണം. ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകത എന്താ? അവരവിടെ നിന്ന് അനേക സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ അല്ലേ ലൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. ഒരവിടെ നിൽക്കും, അവിടെ നിന്ന് ഇങ്ങനെ അനേക സ്ഥലങ്ങളിലേക്ക് കൊടുക്കും. അപ്പം അതേപോലെ ബാബ പറയാ, एक अंग में है शांतिधाम, दूसरा अंग में है सुखधाम. അപ്പോൾ ഒരു കണ്ണിലെ ശാന്തിധാമവും ഒരു കണ്ണിലെ സുഖധാമവും. അപ്പം 2 കണ്ണ് കഴിഞ്ഞില്ലേ. അപ്പോൾ ബാബ പറയാം, ദോനോംകോ യാദ് കർണ പടത്താ ഹെ. രണ്ടും ഓർമ്മിക്കണം. ശാന്തിധാമിനെ, ആത്മാവിൻ്റെ വീടിനെയും ഓർമ്മിക്കണം, സത്യയുഗത്തെക്കുറിച്ചും ഓർമ്മിക്കണമെന്ന് ബാബ പറയാം. യാദ് സേ തോ പാപ കടത്തെ ഹെ. ഓർമ്മയിലൂടെയാണ് നമ്മുടെ പാപങ്ങളൊക്കെ തീരുന്നത് എന്ന് ബാബ പറയാണ്. ഗർക്കോ യാദ് കർണേ സേ ഘർ മേ ചലേ ജായെങ്കെ, ഫിർ ചക്രക്കോ ബി യാദ് കർണ. വീടിനെ ഓർമ്മിച്ചാൽ വീട്ടിലേക്ക് പോകാം, ആത്മാവിൻ്റെ വീട്ടിലേക്ക്. പിന്നെ അങ്ങ് അവസാനം അവിടേക്ക് പോകും. പിന്നീട് ബാബ പറയാണ്, ചക്രത്തെയും നിങ്ങൾ ഓർമ്മിക്കണം. ഞാൻ ആരായിരുന്നു, എവിടെയായിരുന്നു, എങ്ങനെയാണ് ഇങ്ങനെ ആയേ, അല്ലേ? അതെല്ലാം നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ യഹ് അന്തിം ജനം മൃത്യുലോക് മേ ഹേ. ഇപ്പം നമ്മൾ ഈ അന്തിമ ജന്മത്തിൽ മൃത്യുലോകത്തിലാണ്. നൈ ദുനിയാക്കോ കഹാ ജാത്താ ഹെ അമർലോക്. പുതിയ ലോകത്തെ പറയുന്നത് അമരലോകം എന്നാണ്. അമർ അർത്ഥാത് തും സദൈവ ജീത്തേ രഹത്തെ ഹോ. അമരലോകം എന്ന് പറഞ്ഞാൽ എന്താ? സദൈവ സദാ നിങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. തും കഭി മർത്തെ നഹി ഹോ. ബാബ പറയാ, കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. യഹാം തോ ബൈറ്റെ ബൈറ്റെ അചാനക്ക് മൃത്യു ഹോ ജാത്തി. കുട്ടികൾ ഇവിടെ ഇരിക്കെ പെട്ടെന്ന് മരിക്കുകയാണെന്ന് ബാബ പറയാം. ഇരിക്കെ അങ്ങ് ആത്മാവ് ശരീരത്തിന് പോവുമല്ലോ. ബീമാരിയാ ഹോത്തി ഹേ വഹാ മരണേ കാ ഡർ നഹി ക്യോങ്കി അമരലോക് ഹേ. അതേപോലെ ഇവിടെ ഒരുപാട് അസുഖങ്ങളെല്ലാം ഉണ്ടാവും. എന്നാൽ സത്യയുഗത്തിലേ യാതൊരു അസുഖങ്ങളും ഇല്ല. അവിടെ ബാബ പറയാണ്, ഒന്നിൻ്റെയും പേടിയില്ല. മരിക്കുന്നതിൻ്റെ പേടി സത്യയുഗത്തിലില്ല. കാരണം എന്താ? അത് അമരലോകമാണ്. അവിടെ ആത്മാവിന് മരണമില്ലല്ലോ. അത് വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പം അതാണ് ബാബ പറയുന്നത്, തും ബൂഢേ ഹോത്തെ ഹോ തോ ഭി ജ്ഞാൻ ഹേ ഹം ഗർഭമഹൽ മേ ജാക്കർ പ്രവേശ് കരേ. സത്യയുഗത്തിൽ നമുക്ക് 150 വയസ്സ് വരെ ആയുസ്സുണ്ടല്ലോ. അപ്പോൾ ആ 150 വയസ്സാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ഞാൻ ഗർഭകൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു ശരീരം വിട്ടിട്ട്, ഈ ഒരു പഴയ വസ്ത്രം മാറ്റി പുതിയ ഒരു ഗർഭകൊട്ടാരത്തിലേക്ക് പോവുകയാണ് എന്നുള്ള ആ ഒരു അറിവ് നമുക്ക് അവിടെ ഉണ്ടാവും, സത്യയുഗത്തിലുണ്ടാവും. അഭി ജാത്തേ ഹേ ഗർഭജൽ. ഇപ്പം പോകുന്നത് മനുഷ്യർ ഗർഭശൈലിയിലേക്കാണെന്ന് ബാബ പറയാം.
വഹാം തു ഗർഭ മഹൽ ഹൊത്താഹെ, സത്യയുഗത്തിൽ ഗർഭ കൊട്ടാരമാണെന്ന് ബാബ പറയാം. വഹാം പാപത്തോ കർത്തെ നഹി ജോ സജാ ഭോഗിനി പടി, സത്യയുഗത്തിൽ ആരും തെറ്റ് ചെയ്യുന്നില്ല, അതായത് ശിക്ഷകൾ അനുഭവിക്കാൻ തരത്തിലുള്ള തെറ്റുകൾ ആരും ചെയ്യുന്നില്ല എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ യഹം തോ പാപ് കർത്തെ ഹെ ജിസ് കാരൺ സജാ ഭോഗ് കർ ബാഹർ നിക്കാൽത്തെ ഹെ. ഇവിടെ ബാബ പറയാണ് മനുഷ്യരൊക്കെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാപം ചെയ്യുന്നത് കാരണം ശിക്ഷകൾ അനുഭവിച്ച് പുറത്തേക്ക് വരിക. ഗർഭജയിലിൽ നിന്നും ആത്മാക്കൾ ഒരുപാട് ശിക്ഷയൊക്കെ അനുഭവിക്കുന്നുണ്ട്, എന്നിട്ട് പുറത്തേക്ക് വരികയാണ്. യഹ ഹെ പാപാത്മാവും കി ദുനിയ, ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. യഹാം തോ ദുഃഖ് ഹി ഹോത്താ ഹെ, ഇവിടെ ദുഃഖം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് ബാബ പറയാണ്. വഹാം ദുഃഖ കാ നാം നഹി, സത്യയുഗത്തിൽ ദുഃഖത്തിൻ്റെ പേരൊന്നും ഉണ്ടാവില്ല എന്ന് ബാബ പറയാൻ. എന്നിട്ട് ബാബ പറയാ ഏക അംഗമേ ശാന്തിധാം ദൂസരി അംഗമേ സുഖധാം രഖോ. ഒരു കണ്ണിൽ ശാന്തിധാമാവും അടുത്ത കണ്ണിൽ സുഖധാം. ഇത് രണ്ടും വയ്ക്കാൻ പറയാണ് ബാബ. बल तुम जन्म जन्मांतर का जब तब आदि जन्म जन्मांतर तब जब आदि करते आए हो, परंतु वह ज्ञान तो नहीं है ना. അപ്പോൾ ബാബ പറയാണ് മക്കളെ, നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ജപതപങ്ങളെല്ലാം ചെയ്തു, ഭക്തിയിൽ ജപതപങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ബാബ പറയാണ് ജ്ഞാനമൊന്നും അല്ലല്ലോ. ഭക്തി എന്ന് പറയുന്നത് വേറെ, ജ്ഞാനം എന്ന് പറയുന്നത് വേറെ. ഭക്തി വേറെ, ജ്ഞാനം വേറെ. അപ്പം ജപതപങ്ങൾ ചെയ്യുന്നത്, വേദശാസ്ത്രങ്ങൾ പഠിക്കുന്നത്, കീർത്തനങ്ങൾ ചൊല്ലുന്നത്, പാടുന്നത്, ഇതെല്ലാം ഭക്തിയാണ്. ജ്ഞാനത്തിൽ അതൊന്നും ഇല്ല. എന്നിട്ട് ബാബ പറയാ വഹേ ഭക്തി ഉസ്മേ കോയി യുക്തി ഭി നഹി മിൽത്തി ഹി തും ഐസെ സദോ പ്രധാൻ ബൻ സക്തി ഹോ. അപ്പോൾ ബാബ പറയുകയാണ് അതിൽ യാതൊരു യുക്തിയും കിട്ടില്ല, ഭക്തിയിലേ യാതൊരു യുക്തിയും ഇല്ല. നമുക്ക് സദോപ്രധാനമായിട്ട് മാറാനുള്ള യുക്തി ഭക്തിയിലില്ല എന്ന് ബാബ പറയുകയാണ്. എന്നിട്ട് ബാബ പറയാണ് കോയി ബി നഹി ജാനത്തെ, ഇനി ലോകത്തിലെ ആർക്കും അറിയില്ല സദോപ്രധാനമായിട്ട് മാറാനുള്ള യുക്തിയെക്കുറിച്ച് ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. बस सुना है श्री कृष्ण भगवान वाच देह सहित यह गीता का अक्षर है जो पढ़कर सुनाते. അതായത് ബാബ കേൾപ്പിച്ചു തരികയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വാച്ച് എന്ന് പറയും. അങ്ങനെയല്ലേ പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ വാച്ച് ദേഹസഹിതം എല്ലാ ധർമ്മങ്ങളെയും ത്യാഗം ചെയ്ത്, അല്ലേ? അതായത് എല്ലാ ധർമ്മങ്ങളെയും ത്യാഗം ചെയ്ത് ഒരേ ഒരു ഭഗവാനെ മാത്രം ഓർമ്മിക്കണം. ഭഗവത്ഗീതയിലും അത് പറയുന്നുണ്ടെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം സിർഫ് പഠത്തെ ഹേ ഭഗവാൻ कहकर गया था जब आया था पतितुम को पावन बनाने. കേവലം അവർ ആ ബുക്ക് വായിച്ചിട്ട് പറയും. എന്ത് പറയും? ആ ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊന്നും അറിയില്ല. പതിതരെ പാവനാക്കി മാറ്റാൻ വേണ്ടി ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ ഐസെ നഹി കർത്തേക്ക് തും ഐസെ ബനോ. ഭക്തിയിൽ ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയും, പക്ഷെ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ട് മാറണം. അങ്ങനെ ഒരിക്കലും ആരും പറയില്ല, അല്ലേ? അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് സിറഫ് പഠത്തെ ഹേ, കേവലം അവർ പഠിക്കുക മാത്രമാണ്. അവിടെ നമുക്ക് അങ്ങനെ ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്ന് ബാബ പറയാം. സിറഫ് ഗീതാ മേ പരംപിത പരമാത്മാ കെ ബദലേ ശ്രീകൃഷ്ണ കാ നാം ഡാൽ ദിയാ. അതായത് ബാബ പറയാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ പരംപിത പരമാത്മാവിൻ്റെ പേരിന് പകരം ശ്രീകൃഷ്ണൻ്റെ പേര് ചേർത്തു. പറയില്ലേ, അച്ഛൻ്റെ പേരിന് പകരം മകൻ്റെ പേര് ചേർത്തു എന്ന് പറയും.
എന്നിട്ട് ബാബ പറയാ അപ്പൊ ശ്രീകൃഷ്ണത്തോ രത്തി ഹേന, ശ്രീകൃഷ്ണ ഇപ്പം രഥിയല്ലേ, രഥിയാണോ എന്ന് ബാബ ചോദിക്കുക. ശ്രീകൃഷ്ണൻ്റെ ശരീരമാകുന്ന രഥത്തിൽ ഭഗവാൻ വന്നു എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണൻ്റെ രഥത്തിൽ വന്നു എന്നൊക്കെ പറയും. അപ്പം ബാബ പറയാ ഉनको രഥ ചാഹിയേക്കാ, ശ്രീകൃഷ്ണൻ അർജുനൻ്റെ രഥത്തിൽ വന്നു എന്ന് പറയും അല്ലേ. അപ്പം ബാബ ചോദിക്കുകയാണ് ശ്രീകൃഷ്ണന് രഥം ആവശ്യമുണ്ടോ? ശ്രീകൃഷ്ണന് സ്വന്തമായിട്ട് രഥമില്ല അല്ലേ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ രഥത്തിലല്ല വന്നത്, അർജുനൻ്റെ രഥത്തിലാണ്. അപ്പോൾ ബാബ ചോദിക്കുകയാണ് ശ്രീകൃഷ്ണന് രഥം ആവശ്യമുണ്ടോ? എന്നിട്ട് ബാബ പറയുക ബഹുതോക്കുത്ത് ദേഹദാരി ഹെ, ശ്രീകൃഷ്ണൻ സ്വയം ദേഹദാരിയല്ലേ, ശ്രീകൃഷ്ണന് സ്വന്തമായിട്ടൊരു ദേഹമൊക്കെ ഉണ്ടല്ലോ. ശ്രീകൃഷ്ണ കാ നാം കിസ്നെ രഖ, ശ്രീകൃഷ്ണൻ്റെ പേരാരാണ് വെച്ചത്? കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മൾ പേരിടൽ ചടങ്ങൊക്കെ നടത്തുമല്ലോ. അപ്പം ശ്രീകൃഷ്ണനും ഒരമ്മയുടെ ഗർഭത്തിലൂടെ ജനിച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണല്ലോ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ പേര് ആരാണ് വെച്ചത്. അപ്പം ശ്രീകൃഷ്ണൻ അർജുനൻ്റെ രഥത്തിൽ വന്നു എന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം എന്താണ്, ശ്രീകൃഷ്ണന് ഓൾറെഡി ഒരു രഥം ഉണ്ട്. അപ്പം അവിടെ അർജുനൻ്റെ രഥത്തിൽ വന്നത് ശ്രീകൃഷ്ണനല്ല, അർജുനൻ്റെ രഥത്തിൽ, അതായത് ബ്രഹ്മബാബയാകുന്ന അല്ലേ ഒരു ദേഹധാരയുടെ രഥത്തിൽ വന്നത് ആരായിരുന്നു? സ്വയം പരംപിത പരമാത്മാവായിരുന്നു. പരമാത്മാവിനെയാണ് പറയുന്നത്. എന്നിട്ട് ബാബ പറയാം ബാപ്കോ തോ സിർഫ് ശിവ് ഹി കഹാ ജാതാ, ബാബയെ ശിവൻ എന്നാണ് പറയുന്നത് അല്ലേ, ബാബയെ ശിവൻ എന്നാണ് പറയുന്നത്. തും ആത്മായെ ജനം മരൺ മേ ആത്തി ഹോ തോ ശരീർ കാ നാം ബദൽത്താ ഹൈ. അതായത് ബാബ പറയാണ് നമ്മൾ ആത്മാക്കൾ ജനന മരണത്തിലേക്ക് വരുമ്പോൾ ശരീരത്തിൻ്റെ പേര് മാറും അല്ല. ഓരോ ജന്മങ്ങളിലും നമ്മുടെ പേരുകൾക്ക് വ്യത്യാസമുണ്ടല്ലോ, ഓരോ പേരുകളാണല്ലോ. ശരീർ കാ നാം ബദൽത്താ ഹൈ. ശിവബാബാത്തോ ജനം മരൺ മേ നീ ആത്താ ഹൈ. എന്നാൽ ശിവബാബയാണെങ്കിലോ ജനന മരണത്തിലേക്ക് വരുന്നില്ല എന്ന് പറയാം. വഹ സദൈവ ശിവ് ഹി ഹൈ. ശിവബാബ സദാ എന്താണ്, ശിവൻ തന്നെയാണ്. ഒരു ബിന്ദു അല്ലെ, ഒരു ബിന്ദു സ്വരൂപം. ജബ് ലിഖ്തേ ഹേ തോ കഹ്തേ ഹേ ശിവ്. എപ്പോഴാണോ ബാബ പറയുന്നത് എഴുതുന്നത് അപ്പം പറയും ശിവൻ. ശിവൻ എന്നല്ലേ, പരമാത്മാവിനെ ശിവൻ എന്നാണല്ലോ പറയുന്നത്. ബിന്ദി ആത്മാ തോ ഹേ ബിൽക്കുൽ സൂക്ഷ്മ. ബിന്ദി സ്വരൂപം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എന്താണ്, സൂക്ഷ്മമാണ്. ബിന്ദു സ്വരൂപം, ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്. ആത്മാ കാ അഗർ സാക്ഷാത്കാർ ഹോത്താ തോ ബി കിസ്കോ സമझ में नहीं आता. അപ്പോൾ ബാബ പറയാണ് ആത്മാവിൻ്റെ സാക്ഷാത്കാരം ഇപ്പം ആർക്കെങ്കിലും കിട്ടുകയെന്ന് വിചാരിക്കാം. ആത്മാവിൻ്റെ സാക്ഷാത്കാരം കിട്ടുകയാണെങ്കിലും ആർക്കും മനസ്സിലാവില്ല എന്ന് ബാബ പറയാം. ആത്മാവിൻ്റെ സാക്ഷാത്കാരം കിട്ടുകയാണെങ്കിലും ആർക്കും മനസ്സിലാവില്ല. ദേവിക്കോ ദേക്ക് ഖുഷ് ഹോ ജായെങ്കിൽ, ഒരു ദേവിയുടെ സാക്ഷാത്കാരമാണ് കിട്ടുന്നതെങ്കിൽ അവർക്കത് മനസ്സിലാവും, സന്തോഷമായിട്ടിരിക്കും അല്ലേ, കാണാൻ പറ്റുമല്ലോ. മറ്റേത് ഒരു പ്രകാശമല്ലേ, അപ്പം അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ബാബ പറയാം. അച്ഛാ ഫിർ ക്യാ പ്രാപ്തി തോ കുച്ച് നഹി അർത്ഥ നഹി. പിന്നെ ഇപ്പോൾ സാക്ഷാത്കാരം കിട്ടിയാലും ബാബ പറയാണ് പ്രാപ്തിയൊന്നുമില്ല, അതിൽ യാതൊരു അർത്ഥമില്ല എന്ന് ബാബ പറയാം. സിർഫ് നൗദ ഭക്തിക്ക് ദർശൻ കിയാ തോ ഉസ്മേ ഹി കുശ് ഹോ ജാത്ത ഹൈ. പിന്നീട് എന്താന്ന് വെച്ചാലേ ബാബ പറയാ ഭയങ്കരമായിട്ട് ഭക്തി ചെയ്യുമല്ലോ, ആത്മാർത്ഥമായിട്ട് ഭക്തിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ദർശനം കിട്ടി എന്ന് പറയും അല്ലേ. ഇപ്പം ദേവി ദേവതകളുടെ ഭക്തിയൊക്കെ നന്നായിട്ട് ചെയ്താൽ അവരുടെ ദർശനം കിട്ടും. അങ്ങനെ പറയാമെന്ന് ബാബ പറയുകയാണ്. അതിൽ തന്നെ എല്ലാവരും സന്തോഷിക്കുകയാണ്. ബാക്കി മുക്തി ജീവൻ മുക്തിക്ക് ബാത്ത് ഹി നഹി. ബാക്കി മുക്തി ജീവൻ മുക്തിയുടെ കാര്യം തന്നെ ഇല്ലെന്ന് ബാബ പറയാം. വഹേ സബ് ഭക്തിമാർഗ്, അതെല്ലാം ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. യഹാം യഹ് ഹെ ജ്ഞാനമാർഗ്, ഇവിടെ എല്ലാം ജ്ഞാനമാർഗത്തിലെ കാര്യം. എന്നിട്ട് ബാബ പറയാ യഹാം അക്സർ കർക്കെ സാക്ഷാത്കാർ ഹോത്താ ഹെ
ब्रह्मा का फिर श्री कृष्ण का होगा. അപ്പോൾ ബാബ പറയാണ് ഇവിടെ നമുക്ക് സാക്ഷാത്കാരം കിട്ടുന്നത് ബ്രഹ്മാവിൻ്റെ സാക്ഷാത്കാരവും കിട്ടും, ശ്രീകൃഷ്ണൻ്റെ സാക്ഷാത്കാരവും കിട്ടും. ഇവരുടെ രണ്ടുപേരുടെ സാക്ഷാത്കാരമാണ് കിട്ടുന്നത്. കഹേങ്കി ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് കിട്ടുന്നത് പറയാം, ലോകത്തിലെല്ലാവർക്കും കിട്ടും. ലാസ്റ്റിൽ പറയാം, അതായത് കഹേങ്കി ഇസ് ബ്രഹ്മ കെ പാസ് ജാവോ തോ തും കൃഷ്ണപുരി വാ വൈകുണ്ഠ മേ ജായെങ്കെ. അവസാനം ബ്രഹ്മാവിൻ്റെ സാക്ഷാത്കാരം കിട്ടിയിട്ട് പറയും, നിങ്ങൾ ഈ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയിക്കോളും, അപ്പം നിങ്ങൾക്ക് കൃഷ്ണപുരി അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റും. ബ്രഹ്മബാബയുടെ സാക്ഷാത്കാരം കിട്ടിയിട്ട് പറയും, ലക്ഷ്മി നാരായൺ കാ ഭി സാക്ഷാത്കാർ ഹോ സക്താ ഹൈ. ലക്ഷ്മി നാരായണൻ്റെ സാക്ഷാത്കാരവും ഉണ്ടാകുമെന്ന് ബാബ പറയാണ്. ഐസെ നഹി സാക്ഷാത്കാർ ഹുവാ മാനാ സദ്ഗതി ഹോ ഗൈ. ഇനി ബാബ പറയാണ്, ഇങ്ങനെയില്ല, ലക്ഷ്മി സാക്ഷാത്കാരം ഉണ്ടായി സദ്ഗതി ഉണ്ടായി, അങ്ങനെയില്ല. സാക്ഷാത്കാരം ഉണ്ടായത് കൊണ്ട് ഒരിക്കലും സദ്ഗതിയൊന്നും കിട്ടില്ല, സാക്ഷാത്കാരത്തിലൂടെ സദ്ഗതിയൊന്നും കിട്ടില്ല പറയാണ്. യഹ് സിർഫ് ഇഷാര മിൽത്താ ഹേ യഹാം ജാओ. ഇവിടെ എന്താന്ന് വെച്ചാൽ സൂചന കിട്ടുകയാണ്. എന്താ സൂചന? ഇന്ന സ്ഥലത്തേക്ക് പോകൂ. സാക്ഷാത്കാരം കിട്ടിയിട്ടില്ലേ, ഇത് ബ്രഹ്മബാബയുടെ സാക്ഷാത്കാരം കിട്ടി. എന്നിട്ട് പറയാണ്, നിങ്ങൾ ബ്രഹ്മകുമാരീസിൽ പോകും. അപ്പം ആ ചിത്രം ഇവിടെ വരുമ്പോൾ ആ ചിത്രം കാണുമല്ലോ, അപ്പോൾ അവർക്ക് ഓർമ്മ, ഇവിടേക്ക് എന്നെ പോകാൻ പറഞ്ഞു. കാരണം ഇവിടെ വരുമ്പോൾ ബ്രഹ്മബാബയുടെ ചിത്രം കാണുമല്ലോ, അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ബാബ പറയാം, അവർക്ക് ഇങ്ങനെ സൂചനയൊക്കെ കിട്ടും. ആകെ ചൽ ബൗത്തും കോ സാക്ഷാത്കാർ ഹോഗ ഡയറക്ഷൻ മിലേഗ. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പേർക്ക് സാക്ഷാത്കാരങ്ങൾ കിട്ടും, ഡയറക്ഷൻസ് ഒക്കെ കിട്ടുമെന്ന് ബാബ പറയാം. തുമാരാ ത്രിമൂർത്തി ബി അഖ്ബാർ മേ പഠിത്താ ഹേ, ബ്രഹ്മകുമാരിയും കാ നാം ബി പഠിത്താ ഹേ. ബാബ പറയാണ്, നിങ്ങളുടെ ആ ത്രിമൂർത്തിയിൽ ചിത്രവും അല്ലേ, ത്രിമൂർത്തികളുണ്ടല്ലോ, അതും പേപ്പറിലൊക്കെ വരുന്നു എന്ന് ബാബ പറയാം. അപ്പം ത്രിമൂർത്തികളുടെ ചിത്രം പേപ്പറിൽ വരണം. ബ്രഹ്മകുമാരിയും കാ നാം ബി പഠിത്താ ഹേ, അതേപോലെ ബ്രഹ്മകുമാരിമാരുടെ പേരും വരുന്നു. എന്നിട്ട് ബാബ പറയത്തോ ബ്രഹ്മ കാ ഹി സാക്ഷാത്കാർ ഹോഗാ कि इनके पास जाने से तुमको यह वैकुंठ का प्रिंस बनने का ज्ञान मिलेगा. അപ്പോൾ ബാബ പറയുകയാണ്, ബ്രഹ്മകുമാരിയുടെ അല്ലെ കുമാരിമാരുടെ പേരും വരും, അതേപോലെ ബ്രഹ്മാവിൻ്റെ തന്നെ സാക്ഷാത്കാരം ഉണ്ടാകും. എന്നിട്ട് പറയും, നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ആരാകാം? വൈകുണ്ഠത്തിൻ്റെ പ്രിൻസാണ്. അതിങ്ങനെ പറയും. സാക്ഷാത്കാരത്തിൽ നമ്മൾക്കത് കേൾക്കാൻ പറ്റും, പറയാൻ. ആ പ്രിൻസായി മാറാനുള്ള ജ്ഞാനം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് പോയിക്കോളും, അങ്ങനെ പറയും. ജैसे अर्जुन को विष्णु का और विनाश का साक्षात्कार हुआ. അർജുനന് വിഷ്ണുവിൻ്റെ സാക്ഷാത്കാരവും കിട്ടി, അതേപോലെ വിനാശത്തിൻ്റെ സാക്ഷാത്കാരവും കിട്ടി എന്ന് പറയും ഭക്തിയിൽ. तो बाप कहते हैं तुमको कमल फूल समान बनना है. അപ്പോൾ ബാബ പറയാണ്, മക്കളെ നിങ്ങൾക്ക് താമര പുഷ്പത്തിന് സമാനമായിട്ട് മാറണം. പരന്തു സ്ഥായി തും നഹി രഹ സക്തേ. പക്ഷേ ബാബ പറയാം, നിങ്ങൾക്ക് സ്ഥിരമായിട്ടിരിക്കാനൊന്നും പറ്റില്ല എന്ന് ബാബ പറയാം. ഇസ്ലിയെ അലങ്കാര വിഷ്ണുക്കോ ദേ ദിയാ ഹെ. അതുകൊണ്ടാണ് നമ്മുടെ വിഷ്ണുവിന് അലങ്കാരം കൊടുത്തിരിക്കുന്നത്, അല്ലേ? ശംഖ് ചക്രം ഗദ പത്മം എന്ന് പറയുമല്ലോ. ഇത് ശരിക്കും ആർക്കുള്ളതാണ്? ബ്രാഹ്മണർക്കുള്ളതാണ്. പക്ഷേ വിഷ്ണുവിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബ്രാഹ്മണർക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവർ പെർമനൻ്റായിട്ട് ആ സീറ്റിലിരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് അവർ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത് എന്ന് ബാബ പറയുന്നത്, അലങ്കാരങ്ങൾ കൊടുക്കാത്തത്. നഹി തോ ദേവതാവും കോ ശംഖ് ആദിക്ക് ദർക്കാർ ഹേ ക്യാ. എന്നിട്ട് ബാബ ചോദിക്കുകയാണ്, ഇല്ലെങ്കിൽ ഈ ദേവതകൾക്ക് ഈ ശംഖിൻ്റെയൊക്കെ കാര്യം എന്തിരിക്കണമെന്ന് ബാബ ചോദിക്കാം. ശംഖിൻ്റെ ആവശ്യമില്ലല്ലോ ദേവതകൾക്ക്. മുഖസെ സുനാനേക്കോ ശംഖധ്വനി കഹാ ജാത്ത ഹൈ. വായിലൂടെ ഇങ്ങനെ പറയുന്നതിനെയാണ് ശംഖധ്വനി എന്ന് പറയുന്നത്. അല്ലാതെ ശംഖ് ഇങ്ങനെ ഊതുമല്ലോ, അല്ലേ? ആ ഒരു മ്യൂസിക് വരുമല്ലോ, അതല്ല എന്ന് പറയാണ്. വായ കൊണ്ട് ജ്ഞാനം പറയുന്നതാണ് ശംഖധ്വനി.
എന്നിട്ട് ബാബ പറയാം, കമൽ ക രാസ് ബി ബാബ് സമझാത്തെ ഹെ. താമര പുഷ്പത്തിൻ്റെ രഹസ്യവും ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. തും ബ്രാഹ്മണോം കോ ഇസ് സമയ കമൽ ഫൂൽ സമാൻ ബന്ന ഹെ. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഈ സമയം താമര പുഷ്പത്തിന് സമാനമായിട്ട് മാറണം. ഗദ ഹെ പഞ്ചവികാരവും രൂപി മായാക്കോ ജീതനേക്ക. 5 വികാരങ്ങളാകുന്ന മായയെ ജയിക്കാനുള്ളതാണെന്ന് ബാബ പറയാം. അപ്പം വികാരങ്ങളാകുന്ന മായയെ നമ്മൾ ജയിക്കണം എന്ന് ബാബ പറയാം. ബാപ്പ് ഉപായ് ബത്താത്തെ ഹേ മാമേക്കം യാദ് കരോ തോ തുമാരെ വികർമ്മ വിനാശം. അപ്പോൾ ബാബ പറയാണ്, ബാബയെ മാത്രം ഓർമ്മിക്കൂ. ബാബ നമുക്ക് ഉപായം പറഞ്ഞു തരികയാണ്. ബാബയെ മാത്രം ഓർമ്മിക്കൂ, അങ്ങനെയാണെങ്കിൽ വികർമ്മമൊക്കെ വിനാശം. അപ്പോൾ വികർമ്മ വിനാശാവാൻ എന്താ വഴി? ഒരു ബാബയെ ഓർമ്മിക്കുക. ശ്രീമത് പർ ചൽക്കർ പതിത് പാവൻ ബാപ് കോ യാദ് കർ. ശ്രീമത്തിലൂടെ നടന്ന് പതീത പാവനനായ ബാബയെ ഓർമ്മിക്കൂ. ദൂസരാ തോ കോയി പതിത് പാവൻ ഹെ നഹി സിവായി ഏക് ബാബ് കെ. എന്നിട്ട് ബാബ പറയാം, വേറെ ആരും പതീത പാവനനില്ല, ഒരേ ഒരു ബാബയല്ലാതെ വേറെ ആരുമില്ല എന്ന് ബാബ പറയാം. तो बाप कहते हैं मुझे बुलाते ही है, इसलिए कि हम सबको इस शरीर से छुड़ाकर പാവൻ ദുനിയാമേ ലേച്ചം. അപ്പോൾ ബാബ പറയാണ്, എല്ലാവരും ബാബയെ വിളിക്കുന്നു തന്നെയുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. അതായത് ബാബ പറയാണ് എല്ലാവരും വിളിക്കുന്നത് കാരണം ഞാൻ എല്ലാ ആത്മാക്കളെയും ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് അല്ലേ പാവന ലോകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മനുഷ്യരും വിളിക്കുകയാണ്, ഭഗവാനെ ഒന്ന് വന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് പാവന ലോകത്തേക്ക് കൊണ്ടുപോകൂ, ഈ ശരീരത്തിൽ നിന്നൊരു മോചനം തരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയാ, तो बाप ही आकर सब आत्माओं को पतित से पावन बनाते हैं, क्योंकि अपवित्रात्माए तो घर में अथवा स्वर्ग में जाने सकता. അപ്പോൾ ബാബ പറയുകയാണേ, പതീതത്തിൽ നിന്ന് ഞങ്ങളെ പാവനാക്കി മാറ്റൂ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ വിളിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഭഗവാൻ വന്ന് നമ്മളെ പതീതത്തിൽ നിന്ന് പാവനാക്കി മാറ്റാം. കാരണം എന്താന്ന് വെച്ചാൽ അപവിത്ര ആത്മാക്കൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാം. ബാബ് कहते हैं പവിത്ര ബനന ഹെ തോ മുझे याद कर. അപ്പോൾ ബാബ പറയാണ്, പവിത്രമായി മാറണോ നിങ്ങൾക്ക്, അപ്പം നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ എന്ന് ബാബ പറയാം. യാദ് സേ ഹി തുമാരെ പാപ കടത്തേ ജായേ. ഓർമ്മയിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതാകുമെന്ന് ബാബ പറയാം. യഹ് മേ ഗ്യാരണ്ടി കർത്താ ഹും. ബാബ പറയാം, മക്കളെ ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ എന്നെ ഓർമ്മിച്ചാൽ പാപം തീരും. ആ ഗ്യാരണ്ടി ഞാൻ തരാമെന്ന് ബാബ പറയാം. ബുലാത്തേ ഹേ പതീത പാവൻ ആവോ. വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത്, അല്ലയോ പതീത പാവന വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ പറയണേ, ഹംകോ പാവൻ ബനാക്കർ നയി ദുനിയാമേ ലേച്ചോ. മനുഷ്യർ പറയാ, ഭഗവാനെ പതീത പാവന വരൂ, എന്നിട്ട് ഞങ്ങളെ പാവന ലോകത്തേക്ക് കൊണ്ടുപോകൂ എന്നൊക്കെ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോ കൈസെ ജായെങ്കെ. അപ്പോൾ ബാബ ചോദിക്കുക, എങ്ങനെ പോകും പാവന ലോകത്തേക്ക്? കിത്നെ സീതി ബാത് ബത്താത്തെ ഹെ. ബാബ നോക്ക് എത്ര റൈറ്റ് ആയിട്ടുള്ള ശരിയായ കാര്യമാണ് പറയുന്നത്. ബാക്കി സഹജ നോളേജ് ഓർ സഹജ ബാത്ത്. ബാബയുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സഹജമാണെന്ന് ബാബ പറയാം. സഹജമായ നോളേജാണ്, സഹജമായ കാര്യമാണ്. कहते हैं काम काज करते हुए मुझे याद कर. ബാബ പറയാം, മക്കളെ നിങ്ങൾ ജോലിയൊക്കെ ചെയ്തോളൂ, അതൊന്നും കുഴപ്പമില്ല. ജോലി മുതലായവ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ബാബയെ ഓർമ്മിക്കും. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ മാത്രം ഓർമ്മിക്കുകയല്ല, ജോലി മുതലായവയൊക്കെ ചെയ്തുകൊണ്ട് ബാബയെ ഓർമ്മിക്കണം. ബൽ നൗകരി ആദി കരോ ഭോജൻ ബനാവോ तो भी याद में रहकर तो भोजन भी शुद्ध होगा. इसलिए गाया जाता है ब्रह्मा भोजन के लिए देवताओं को भी दिल होती. ഇനി ബാബ പറയാണ്, മക്കളെ നിങ്ങൾ ജോലിയൊക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല.
ജോലി മുതലായവയൊക്കെ ചെയ്തോളൂ, ഭോജനം ഉണ്ടാക്കിക്കോളൂ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കോളൂ. പക്ഷേ ഓർമ്മയിലിരുന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഭോജനവും ശുദ്ധമാകും. അപ്പോൾ ഓർമ്മയിലിരുന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഭോജനം ശുദ്ധമാകും എന്ന് ബാബ പറയാം. ഇസ്ലിയെ ഗായ ജാത്താ ഹെ അല്ലേ, അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മഭോജനത്തിന് ദേവതകൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണർക്കാണ് ഭോഗ് വയ്ക്കാൻ പറ്റുക. ബ്രാഹ്മണരാണല്ലോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സംഗമയുഗത്തിൽ നമ്മൾ സ്വയം ഭഗവാന്റെ മക്കൾ ഭഗവാന്റെ ഓർമ്മയിൽ ഉണ്ടാക്കിയ ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. എന്നിട്ട് ബാബ പറയാ യഹ് ബച്ചിയാം ബി ഭോഗ് ലേക്കർ ജാത്തെ ഹെ തോ വഹ മഹവിൽ ഹോത്തെ ഹെ ബ്രാഹ്മണോ ഓർ ദീപത്താവും കി മേള ലഗ്താ ഹെ. സംഗമയുഗത്തിലാണെങ്കിലും ബാബയുടെ മക്കൾ ബാബയുടെ ഓർമ്മയിൽ ഉണ്ടാക്കിയ ഭക്ഷണം ബാബയ്ക്ക് കൊടുക്കുമല്ലോ, ഭോഗ് വയ്ക്കുക എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഭോഗ് വയ്ക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് കാണാൻ സാധിക്കും അവിടെ ബ്രാഹ്മണരുടെയും മേളയുണ്ടാകും, ദേവതകളുടെയും മേളയുണ്ടാകും. അല്ല, അവിടെ മേള നടക്കുമെന്ന് ബാബ പറയാം. അവിടെ സൂക്ഷ്മവദനത്തിൽ ഭോജൻ സ്വീകാർ കർണേ ആത്തേ ഹെ. അതേപോലെ ഭോജനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബാബ വരുമല്ലോ, ഭോജനം സ്വീകരിക്കാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് ബാബ പറയാം ബ്രാഹ്മൺ ലോക് ജബ് ഭോജൻ പാൻ കർത്തേ ഹെ തോ ബി മന്ത്ര ജപത്തെ. ലോകത്തിലെ ബ്രാഹ്മണര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മന്ത്രം ജപിച്ചുകൊണ്ടാണെന്ന് പറയാം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ മന്ത്രം ചൊല്ലും അല്ലേ, അങ്ങനെ അവർക്ക് ഭയങ്കര ചിട്ടയൊക്കെയാണ്. അപ്പോൾ ബാബ പറയാണ് ബ്രാഹ്മണര് മന്ത്രം ചൊല്ലും. ബ്രഹ്മഭോജനക്ക് ബഹുത് മഹിമ ഹെ. ബ്രഹ്മഭോജനത്തിന് വളരെ മഹിമയുണ്ട് അല്ലേ. കാരണം ബാബ പറയില്ലേ, ബ്രഹ്മാമുഖത്തിലൂടെ ഈശ്വരനാണല്ലോ നമുക്ക് ജ്ഞാനം തന്ന് നമ്മളെ ബ്രാഹ്മണനാക്കി. അപ്പം നമ്മൾ ബ്രാഹ്മണർ ഉണ്ടാക്കുന്ന ഭോജനമാണ് ബ്രഹ്മഭോജനം. ബാബയുടെ ഓർമ്മയിൽ ഉണ്ടാക്കുന്ന ഭോജനം ബ്രഹ്മഭോജനം. അതിന് വളരെ മഹിമയെല്ലാം ഉണ്ട്. സന്യാസിത്തോ ബ്രഹ്മകോഹി അത് കർത്തെ. എന്നാൽ സന്യാസിമാരെ ബ്രഹ്മത്തെയാണ് ഓർമ്മിക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? വീട്. ആത്മാവിൻ്റെയും അതായത് ആത്മാക്കളുടെയും പരമാത്മാവിൻ്റെയും വീടാണ് ബ്രഹ്മം. എന്നിട്ട് ബാബ പറയാ ബഹുത്തോ ഹദ്ക സന്യാസി ഹെ. ലോകത്തിലെ സന്യാസിമാരെന്ന് പറഞ്ഞാൽ പരിധിയുള്ള സന്യാസിയാണ്. കഹത്തെ ഹേ ഹംനെ ഗർബാർ മിൽക്കെ താദി സബ് ചോടാ ഹെ ഫിർ അബി അന്തർ കുസ് പഠത്തെ ഹെ. പക്ഷെ ബാബ പറയാണ് ലോകത്തിലെ മനുഷ്യരെ, അതായത് സന്യാസിമാരെ കുറിച്ച് പറയാം. അവർ പറയും എന്ത്, ഞങ്ങൾ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് അല്ലേ, സമ്പത്തൊക്കെ ഉപേക്ഷിച്ച് വന്നതാണ്. അപ്പം അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത എങ്ങനെ ഉണ്ടാവും എന്ന് പറയാം അല്ലേ. അത് ചിലപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് പോന്നാലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയൊക്കെ വരും. ലോകത്തിൽ അങ്ങനെയാണ്. എന്നാൽ ഇവിടെ ബാബ പറയാണ് തുമാരാ ഹേ ബേഹദ് കാ സന്യാസ് തും ഇസ് പുരാനെ ദുനിയാ കോ ഹി ബോൽ ജാത്തി. എന്നാൽ നമ്മളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ് അല്ലേ. അപ്പം അതിൻ്റെ അർത്ഥം ബാബ പറയാണ് ഈ പഴയ ലോകത്തെ തന്നെ നമ്മൾ മറക്കാം. ഈ പഴയ കലിയുഗി ലോകത്തെ തന്നെ നമ്മൾ മറക്കുകയാണെന്ന് ബാബ പറയാണ്. തുമക്കോ ഫിർ ജാനാ ഹെ നയി ദുനിയാ മേ. പിന്നെ നമുക്ക് പോവേണ്ടത് പുതിയ ലോകത്തിലേക്കാണ്. ഗർ ഗൃഹസ്ഥ മേ രഹത്തെ ബുദ്ധി മേ യഹ് ഹെ कि अब हमको जाना है സുഖതാം. അപ്പം ബാബ പറയാണ് അല്ലേ, ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ബുദ്ധിയിലുണ്ടായിരിക്കണം എനിക്കിപ്പോൾ പോകണം. വീട്ടിലിരിക്കുമ്പോഴും ചിന്ത വേണം എനിക്കിപ്പോൾ പോകണം. എവിടേക്കാ? സുഖതാം വയ ശാന്തിധാം. ശാന്തിധാം വയ സുഖതാം അല്ലേ. അപ്പോൾ ബാബ പറയാണ് നമുക്ക് ശാന്തിധാമലിക്ക് പോകണം, പിന്നെ സുഖധാമലിക്കൊക്കെ വരണം. ശാന്തിധാം വഴി സുഖധാം എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ബാബ പറയാൻ നമുക്ക് അങ്ങോട്ട് പോകണം. യഹ് ഹമാരാ മൗത്ത് ജനമോ കെ അന്ത് കാ ജനം ഹെ.
ഇത് നമ്മുടെ അനേക ജന്മങ്ങളുടെ അന്തിമ ജന്മം, അവസാനത്തെ ജന്മമാണല്ലോ അതേ. അതാ ബാബ പറയുന്നേ. എന്നിട്ട് ബാബ പറയാ 84 ജന്മം പൂരേ ഹുയേ, 84 ജന്മം നമ്മുടെ പൂർത്തിയായി. സൂര്യവംശി സെ ചന്ദ്രവംശി ഫിർ വൈശ്യ ശൂദ്രവംശി ബൻ. അതായത് സൂര്യവംശിയിൽ നിന്ന് ചന്ദ്രവംശി, പിന്നീട് ഇങ്ങനെ വംശത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കും അല്ലേ. അതാണ് ബാബ പറയുന്നേ, സൂര്യവംശം, ചന്ദ്രവംശം, വൈശ്യവംശം, ശൂദ്രവംശം. അതാണ് 4 വംശങ്ങൾ. वो लोग फिर कहते हैं आत्मा से परमात्मा, आत्मा को कोई लेप छेप नहीं लगता क्योंकि आत्मा ही परमात्मा है. ഇനി ബാബ പറയാണ്, ലോകത്തിലുള്ളവർ പറയുന്നത് ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നാണ്. മാത്രമല്ല ആത്മാവിൽ യാതൊരു തരത്തിലുള്ള അഴുക്കുകളും കറകളൊന്നും പറ്റുപിടിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ആത്മാവ് തന്നെ പരമാത്മാവല്ലേ. പരമാത്മാവിൽ എന്തെങ്കിലും കറ പറ്റുമോ? ഇല്ല. അപ്പം അതേപോലെ ആത്മാവിലും പറ്റില്ല എന്ന് ബാബ പറയാം. ആത്മാവിലും കറയൊന്നും പറ്റില്ല. അവർ പറയുന്നത് എന്താ? ആത്മാവ് തന്നെ പരമാത്മാവ്. അപ്പം രണ്ടും ഒന്നാണല്ലേ. അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. എന്നാൽ ബാബ പറയുകയാണ്, ബാപ് കഹത്തെ ഹേ യഹ് ഭി ഉന്നോം കാ ഉൾട്ടാ അർത്ഥ ഹെ. ഇതും മക്കളെ അവരുടെ തലകീഴായ അർത്ഥമാണ്. ഒരിക്കലും ആത്മാവും പരമാത്മാവും ഒന്നല്ല, രണ്ടാണ്. അതാണ് ബാബ പറയണേ. എന്നിട്ട് ബാബ പറയാം, അത് തലകീഴായ ജ്ഞാനമാണ്. ബാപ്പ് ബൈറ്റ് ഹംസോ ക അർത്ഥ സംജ. ബാബ ഇരുന്ന് നമുക്ക് ഹംസോ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരികയാണ്. ബാപ്പ് ബൈറ്റ് ഹംസോ ക അർത്ഥ സംജാത്തെ ഹെ ഹം ആത്മാ പരംപിത പരമാത്മാക്ക് സന്താനം. നമ്മൾ ആത്മാക്കളാണ്. അതേപോലെ നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ ആരാണ്? പരമാത്മാവ്. നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ പരമാത്മാവ്, അതായത് പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് നമ്മൾ. പെഹലെ പെഹലെ ഹം സ്വർഗവാസി ദേവതാ थे, फिर ചന്ദ്രവംശി ക്ഷത്രിയ ബനെ. ബാബ പറയാണ്, മക്കളെ നമ്മൾ ആത്മാക്കൾ പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ സ്വർഗവാസി ദേവതയായിരുന്നു. പിന്നീട് അല്ലേ ആരായി? ചന്ദ്രവംശമായി, ക്ഷത്രിയ വംശം അല്ലെ, ശൂദ്രനൊക്കെ ആയി എന്ന് പറയില്ലേ. അതാണ് ചന്ദ്രവംശം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ. പിന്നെ വൈശ്യനായി, ശൂദ്രനായി, അങ്ങനെ വംശങ്ങൾ മാറി മാറി വരികയാണ്. അങ്ങനെ എത്ര വർഷം കഴിഞ്ഞിപ്പോൾ? 2500 വർഷം കഴിഞ്ഞു സത്യത്രേതായികം. ദ്വാപര കലിയുഗം 2500 വർഷം. അപ്പം 5000 വർഷമായി. എന്നിട്ട് ബാബ പറയാ 2500 वर्ष पूरा हो, 2500 वर्ष पूरा हुआ, फिर वैश्य शूद्रवंशी भिकारी बने. സത്യത്രേതായുഗം കഴിഞ്ഞപ്പോഴേക്ക് 2500 വർഷം കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? എല്ലാവരും വികാരിയായിട്ട് മാറി. എല്ലാവരും വികാരിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ എന്താ? വൈശ്യനും ശൂദ്രനും ഒക്കെ ആയിട്ട് മാറി. വൈശ്യശൂദ്രവംശികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാബ പറയാ, യഹാ ബൈठे हैं जैसे कि 84 की बाजोली कहते. ബാബ പറയാം, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാലേ നമ്മൾ കുട്ടിക്കരണം പറയുന്ന കളിയില്ലേ, തലകുത്തും മറിയും പിന്നെയും തലകുത്തും മറിയും. അപ്പം ഈ കുട്ടിക്കരണം പറയുന്ന കളി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബാബ പറയാം. യഹ് ബാജോലി കാ ഭി ജ്ഞാൻ ഹെ. ഇതൊരു കുട്ടിക്കരണം പറയുന്ന ഒരു കളിയുമാണെന്ന് ബാബ പറയാൻ. ആകെ തീർത്ഥോം പർ ജാത്തെ थे तो भी ऐसे बाजोली करते निशान डालते जाते. തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുമല്ലോ മനുഷ്യരെ. അപ്പോഴും ബാബ പറയാണ്, ഇങ്ങനെ ഈ കുട്ടിക്കരണം പറയുന്നതിൻ്റെ കളിയുടെ ആ അടയാളം വെക്കുമായിരുന്നു എന്ന് ബാബ പറയാം. കുട്ടിക്കരണം പറയുന്ന കളിയുടെ അടയാളം വെക്കുമായിരുന്നു എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, തും ഹോ റുഹാനി പണ്ഡ്. നമ്മൾ ആരാണ്? ആത്മീയ വഴികാട്ടിയാണെന്ന് ബാബ പറയും. ആത്മാവിന് സുഖവും ശാന്തിയും സമ്പത്തും അല്ലെ സമാധാനവും ഒക്കെ നേടിക്കൊടുക്കാനുള്ള പഠിപ്പാണല്ലോ നമ്മുടെ. അങ്ങനെയുള്ളവരാണ് നമ്മൾ, ആത്മീയ വഴികാട്ടികളാണ്.
तुम सबको राय देती हो, बाप को याद करो और शांति धाम चले जाएंगे. അപ്പോൾ ബാബ പറയാണ്, നമ്മളെല്ലാവരോടും പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ബാബയെ ഓർമ്മിക്കും, നിങ്ങൾ ശിവബാബയെ ഓർമ്മിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശാന്തിധാമിൽ പോവാം. സാധു സന്ത് ആദി സബ് ശാന്തിധാം മേ ജാനെ കെ ലിയേ ഹി മേഹനത് കർത്തെ ഹൈ. അപ്പോൾ ബാബ പറയാ, സന്യാസിമാരും ഗുരുക്കന്മാരും എല്ലാം ശാന്തിധാമിൽ പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അവർ മുകളിലേക്ക് പോകണം, ബ്രഹ്മത്തിൽ പോകണം എന്നൊക്കെ അല്ലേ പറയുന്നത്. അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നു. പരന്ത് ജാക്കോയ് ബിനേസ്. പക്ഷേ ബാബ പറയാണ്, ഇല്ല മക്കളെ, ആർക്കും അങ്ങനെ പോകാൻ സാധിക്കില്ല. ഫിർ സാരാ, എന്നിട്ട് ബാബ പറയാ, ഫിർ സാരാ ഹോൾ ലോട്ട് ഇക്കട്ട. बाप ने समझाया है सत्य में इतने बहुत थोड़े होते हैं फिर वृद्धि होती जाती है. പിന്നീട് ബാബ പറയുകയാണേ, ഇത്രയും പേര് ഒരുമിച്ചുണ്ടാവില്ല. ഇത്രയും പേര് ഒരുമിച്ച് എവിടേക്ക് പോകും? വീട്ടിലേക്ക് പോകും. പിന്നെ സത്യയുഗത്തിൽ വളരെ കുറച്ച് ആത്മാക്കളെ ഉണ്ടാവുള്ളൂ എന്ന് ബാബ പറയാം. സത്യയുഗത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നീട് അതിന് അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. സത്യയുഗത്തിൽ ആദ്യം കുറച്ച് പേരെ വരുള്ളൂ. പിന്നീട് ഓരോ ജന്മങ്ങൾ കഴിയും തോറും എണ്ണങ്ങൾ കൂടി വരും. സത്യയുഗത്തിൻ്റെ ആദ്യം ആകുമ്പോഴേക്കും എന്താവും? അവസാനം ആകുമ്പോഴേക്കും എന്താവും? 8-10 ലക്ഷം ആൾക്കാരാവും. ത്രേതായുഗത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും 33 കോടിയായി. അതാണ്. അതുകൊണ്ടാണ് ബാബ പറഞ്ഞത്, അതിങ്ങനെ മെല്ലെ മെല്ലെയാണ് അഭിവൃദ്ധി ഉണ്ടാവുന്നത്. തുമുഹോ സ്വദർശന ചക്രധാരി. അപ്പം നമ്മൾ ആരാണ്? സ്വദർശന ചക്രധാരികളാണ്. ദേവതായ നഹി ഹേ. നമ്മൾ ദേവതകളൊന്നും ആയിട്ടില്ല എന്ന് ബാബ പറയുകയാണ്. എന്നിട്ട് ബാബ പറയാം, പരന്തു ഇസ് സമയം തുമാരി മായാക്കെ സാത്ത് യുദ്ധം ചൽ രഹാ ഹൈ. പക്ഷേ ബാബ പറയാം, മക്കളെ, ഈ സമയത്ത് നിങ്ങളുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മായയോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാണ്. ഉസ് ലഡായി മേ ബി ജിസ്കോ ജോർദാർ സംസ്ഥേ ഹേ ഫിർ ഉൻകെ പാസ് ജാക്കർ ശരൺ ലേത്തെ ഹേ. അതേപോലെ ബാബ പറയാണ്, ചിലവരെക്കുറിച്ച് പറയുമല്ലോ, വളരെ ഫാസ്റ്റാണ് എന്ന് പറയും അല്ലേ, വളരെ ഫാസ്റ്റാണ്. അതേപോലെ അവരുടെ അടുത്ത് പോയിട്ട് ശരണമെടുക്കുമെന്ന് ബാബ പറയാം. നന്നായിട്ട് ജ്ഞാനയോഗ ധാരണ സേവനമൊക്കെ ചെയ്യുന്നവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മറ്റുള്ളവർ അവരുടെ അടുത്ത് വന്നിട്ട് ആശ്രയം എടുക്കുമെന്ന് പറയുകയാണ്. സ്ത്രീ പുരുഷ് ദോനോ കത്തെ ഹെ ഹം ശരൺ പടുത്തെ ഹെ തേ. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും എന്താ പറയുന്നത്? ഞാൻ അങ്ങയുടെ ശരണത്തിലേക്ക് വന്നിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങയുടെ ശരണം എടുത്തിരിക്കുകയാണ് എന്ന് പറയും. മേരാ തോ ഏക് ശിവബാബ ദൂസറ ന കോയി. ബാബ പറയാണ്, എൻ്റെ ഒരേ ഒരു ശിവബാബ, രണ്ടാമതൊരാളില്ല. ഒരേ ഒരു ശിവബാബ, രണ്ടാമതൊരാളില്ല എന്ന് ബാബ പറയാം. സബ് ആത്മാവും ക ബാപ് തോ ഏക് ഹെ ന. എല്ലാ ആത്മാക്കളുടെ അച്ഛൻ ഒന്നല്ലേ? ഉസ് ഏക് തും ബച്ചേ ഹോ. ആ ഒരേ ഒരു ബാബയുടെ കുട്ടികളാണ് നമ്മൾ. സാധു സന്തുത്വ ഏകനെ. എന്നാൽ സന്യാസിമാരോ ഗുരുക്കന്മാരൊന്നും ഒന്നല്ലല്ലോ, അത് ഇഷ്ടം പോലെ ഉണ്ട്. അനേക ഭഗവാൻ ഹോ ജാത്ത. ലോകത്തിൽ മനുഷ്യർ പറയുമ്പോഴേ അനേക ഭഗവാന്മാരുണ്ട്. അനേക ഭഗവാനെ കുറിച്ചല്ലേ പറയുന്നേ. എന്നിട്ട് ബാബ പറയാ, ജോ ഘർ സേ रूठे वह भगवान फिर बड़े बड़े साहूकार करोड़पति जाकर उन्हों को शिक्षक बनते हैं, उन्हों के शिक्षक बनते हैं और महफिल मनाते हैं गंदे खान फान की. അതായത് ബാബ പറയുകയാണേ, ചിലർ വീട്ടിൽ നിന്ന് പിണങ്ങിയിട്ടേ പോകുന്നു, സന്യാസി ആവാനൊക്കെ പോണവരുണ്ട്. അങ്ങനെ ചിലർ വീട്ടിൽ നിന്നൊക്കെ പിണങ്ങിയിട്ട് പോകും. എന്നിട്ട് പിന്നെ ബാബ പറയാണ്, സന്യാസിയാവും, ഗുരുക്കന്മാരൊക്കെ ആകും, വലിയ വലിയ എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്നറിയോ? വലിയ വലിയ ധനവാന്മാർ, കോടിപതികൾ, ലക്ഷാധിപതികളൊക്കെ അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുമെന്ന് ബാബ പറയാം. അവരുടെ ശിക്ഷണം. എന്നിട്ടോ ഒരു വലിയ സഭയൊക്കെ ഉണ്ടാക്കും. അതായത് ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വയ്ക്കും. ആ ആഘോഷത്തിൽ ബാബ പറയുക, മോശമായ ഭക്ഷണ പാനീയങ്ങളൊക്കെ ഉണ്ടാവും. സന്യാസിമാരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും.
തമോപ്രധാൻ മനുഷ്യന, തമോപ്രധാന മനുഷ്യരല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. ഹിന്ദുവോംകോ ഫിർ അപ്നെ ധരം കാ ഹി പത്താ നഹീ ഹൈ. ഹിന്ദുക്കൾക്കാണെങ്കിൽ തൻ്റെ ധർമ്മത്തെക്കുറിച്ചും അറിയില്ല. ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞിട്ടൊരു ധർമ്മം ഇല്ലല്ലോ. ഹിന്ദു എന്ന് പറയുന്നത് ശരിക്കും ദേവത ധർമ്മമാണ്. പക്ഷെ അതാരാ സ്ഥാപിച്ചതെന്നൊന്നും അറിയില്ല, ധർമ്മസ്ഥാപകനെ കുറിച്ചൊന്നും അറിയില്ല. ബാപ്പ സമझाते हैं तुम तो वास्तव में आदि सनातन देवी देवता धर्म के हो, परंतु पतित बन गए हो, इसलिए अपने को देवता कहला नहीं सकता. അപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ വാസ്തവത്തിൽ ആദിസനാതന ദേവീ ദേവത ധർമ്മത്തിലേതാണ്, എന്നാൽ പതീതരായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് സ്വയത്തെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ബാബ പറയുകയാണ്. സ്വയത്തെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. വഹ ധർമ്മ ഹി പ്രായലോപ് ഹോ ഗയാ ഹൈ. ആ ധർമ്മം തന്നെ ജീർണിച്ചു പോയി, ദേവതാ ധർമ്മം തന്നെ ജീർണിച്ചു പോയി. മനുഷ്യ കിത്തനെ വികാരി ക്രിമിനൽ ഐവാലെ. ബാബ പറയാൻ നോക്കൂ, മനുഷ്യരെത്ര മോശമാണ്, ക്രിമിനൽ ദൃഷ്ടിയുള്ളവരാണെന്ന് ബാബ പറയാൻ. एक मिनिस्टर बाबा के पास आया था, बोला हमारी तो क्रिमिनल आई होता है. അപ്പോൾ ബാബ പറയുകയാണ്, ഒരു മിനിസ്റ്റർ ബാബയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ബ്രഹ്മബാബയുള്ള സമയത്തെ. അപ്പോൾ ഒരു മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. എന്നിട്ട് ബാബയോട് പറഞ്ഞു, ബാബ എനിക്ക് എന്താണ് ക്രിമിനൽ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബാബ പറയാണ്, അബ് ബാബ് സമझाता है बच्चे സിവിൽ ഐ ബനൂ. അപ്പോൾ ബാബ പറയാണ്, കുട്ടി നീ സിവിലായിട്ട് മാറണം, നല്ല കണ്ണായിട്ട്, ദൃഷ്ടി വളരെ നല്ലതായിരിക്കണം, മോശത്തിൽ നിന്ന് നല്ലത് പാവനായിരിക്കണം. എന്നിട്ട് ബാബ പറയാ, ജബ് തക് ക്രിമിനൽ ഐ ജാത്തി ഹേ തബ് തക് തും പതിത് ഹോ. എന്നിട്ട് ബാബ പറഞ്ഞെന്ന്, എപ്പോൾ വരെ ക്രിമിനൽ ദൃഷ്ടി പോകുന്നില്ലയോ അപ്പോൾ വരെ പതിതമാണ് ആത്മാവ്. ക്രിമിനൽ ദൃഷ്ടി പോയാലല്ലേ ആത്മാവ് പാവനാവുള്ളൂ. അപ്പനെ കോ ഭായ് ഭായ് സമझो तो वह ക്രിമിനൽ ദൃഷ്ടി ഉഡ് जाएंगे. ബാബ പറയാ, സ്വയത്തെ ആത്മാത്മാന്ന് മനസ്സിലാക്കണം, സ്വയത്തെ ആത്മാത്മാന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ബാബ പറയാ, ഒരു ബാബയിൽ നിന്ന് നമുക്ക് സമ്പത്ത് കൊടുക്കണം. ബായി ദൃഷ്ടി വെച്ചാൽ പിന്നെ നമ്മുടെ ക്രിമിനൽ ദൃഷ്ടിയൊക്കെ പോകും. അപ്പം ആത്മബോധം നമ്മളിൽ ഉറയ്ക്കുമ്പോൾ ക്രിമിനൽ ദൃഷ്ടിയൊക്കെ അങ്ങ് പറന്നു പോകുമെന്ന് പറയാൻ. ഹം ആത്മ ഭായി ഹേ. നമ്മളാത്മാക്കളെ ഭായിയാണ്, സഹോദരങ്ങളാണെന്ന് ബാബ പറയാണ്. ഈഗ് ബാബ് സെ വർസാലേ രഹേ ഹെ. ഒരു ബാബയിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാക്ക തക്ത് യഹ് ഭ്രുഗുടി ഹെ. ആത്മാവിൻ്റെ സിംഹാസനം ഈ ഭ്രുഗുടിയാണ്. ഇസ്കോ കഹാ ജാത്താ ഹെ അകാൽ തക്ത്. ഇതിനെയാണ് അകാല സിംഹാസനം എന്ന് പറയുന്നത് എന്ന് ബാബ പറയാണ്. അകാലാത്മാ ഇസ് തക്ത് പർ വിരാജമാൻ ഹെ. അകാലാത്മാവ് ഈ സിംഹാസനത്തിൽ വിരാജിച്ചിരിക്കുകയാണ് എന്ന് ബാബ പറയുകയാണ്. എന്നിട്ട് ബാബ പറയാം, അകാലാത്മാവ് ഈ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ വിരാജിച്ചിരിക്കുകയാണ്. എന്നിട്ട് ബാബ പറയാം, ഞാൻ बाप कहते हैं मैं 5000 वर्ष के बाद आता हूँ, तुम बच्चों को वर्षा दे. അപ്പോൾ ബാബ പറയാണ്, മക്കളെ ഞാൻ 5000 വർഷത്തിന് ശേഷം വന്നിരിക്കുകയാണ് കുട്ടികൾക്ക് സമ്പത്ത് തരാൻ. അപ്പോൾ ഭഗവാൻ ഭൂമിയിൽ വന്നത് എപ്പോഴറിയോ? ഇതിന് മുമ്പ് 5000 വർഷം മുമ്പാണ്. അപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്തിനാ വന്നിരിക്കണേ? കുട്ടികൾക്ക് സമ്പത്ത് തരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തും ജാൻതേ ഹോ ഹം ആയേ ഹേ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് കാ വർസാലേ. ബാബ ചോദിക്കുക, നിങ്ങൾക്കറിയാമോ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാ? ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് തരാനോ? ഇത് തരാനാണ് സ്വയം ഭഗവാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. സത്യയുഗമേ അത്താഹ് ധനം മിൽത്താ ഹെ. സത്യയുഗത്തിൽ അളവറ്റ ധനമെല്ലാം കിട്ടും. തും 21 പീഡി ദേവത ബനത്തെ ഹോ. 21 ജന്മം നമ്മൾ ദേവതയായിരിക്കുമെന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാ, ബൂഡാപ്പെ ബിഗർ കബി കൊയ് മരിക്കാനെ. സത്യയുഗത്തിൽ വയസ്സാവാതെ ആരും മരിക്കില്ല എന്ന് പറയാം.
സത്യത്തിൽ വയസ്സാവണം മരിക്കണമെങ്കിൽ. എന്നിട്ട് ബാബ പറയാ യഹാം തോ ബൈറ്റെ ബൈറ്റെ അചാനക് മർപ്പടുത്തെ. ഇവിടെ മനുഷ്യർ ഇരിക്കെ പെട്ടെന്ന് അങ്ങ് മരിക്കും. ഇരിക്കെ അങ്ങ് കൊഴിഞ്ഞു വീഴാന്ന് പറയില്ലേ, ആത്മാവ് അങ്ങ് ശരീരത്തിന് പോവും. എന്നിട്ട് ബാബ പറയാ ഗർഭമേ അന്തർ ബി മർപ്പടുത്തെ ഹേ വഹാം തോ ദുഃഖിക്കാനാമേ. ഇനി ഇവിടെ ഒരു കുഞ്ഞ് ഗർഭത്തിൽ പ്രവേശിക്കുമ്പോൾ ഗർഭത്തിലിരുന്നിട്ട് തന്നെ മരിക്കും കുട്ടി അല്ലേ? ചിലർ പറയില്ല 7-ാം മാസത്തിലോ 9-ാം മാസത്തിലൊക്കെ കുട്ടി മരിച്ചു വയറ്റിനകത്ത് വെച്ചിട്ടെന്നേ. അതാ ബാബ പറയണേ അവിടെ നിന്നും മരിച്ചു പോകുന്നു. വഹാം അല്ല, സത്യയുഗത്തിലാണെങ്കിൽ ദുഃഖത്തിൻ്റെ പേരും അടയാളമോ ഇല്ല. ഉൻകോ കഹാ ജാത്താ ഹേ സുഖധാം. സത്യയുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖധാമമാണ്, രാംരാജ്യ ഹേ, രാംരാജ്യമാണ്. യഹ് ദുഃഖധാം രാവൺ രാജ്. ഇത് ദുഃഖധാമമാണ്, രാവണൻ്റെ രാജ്യമാണ്. സത്യയുഗമേ രാവൺ ഹോത്താനഹി. സത്യയുഗത്തിൽ രാവണനൊന്നും ഉണ്ടാവില്ല എന്ന് ബാബ പറയാം. തോ യഹ് 84 ചക്ര ബി ബുദ്ധിമേ തുംകോ യാദ് രഹേ. അപ്പോൾ 84 ജന്മത്തിൻ്റെ ചക്രമൊക്കെ നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണമെന്ന് ബാബ പറയാം. 84 ജന്മത്തിൻ്റെ ചക്രം. ബൗത്ത് ഖുഷി രഹേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷമൊക്കെ ഉണ്ടാവും. തും ജാൻതേ ഹോ ഹം നയേ വിശ്വക്കെ അർത്ഥാത് സത്യയുഗക്കെ മാലിക് ബനനെ വാലേ ഹേ. ബാബ ചോദിക്കുക നിങ്ങൾക്കറിയാമോ നമ്മൾ പുതിയ ലോകത്തിൻ്റെ സത്യയുഗത്തിൻ്റെ അധികാരിയായിട്ട് മാറാൻ പോകുന്ന കുട്ടികളാണ്. गीता में भी भगवान वाज है ना, हे बच्चे देह सहित देह के सब संबंधों को छोड़ो, अपने को आत्मा समझ मामेकम याद कर. അപ്പോൾ പാപ്പ പറയാം മക്കളെ, ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ വാച്ച്, അല്ലയോ കുട്ടികളെ, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കൂ. അല്ലേ? ബാബയെ മാത്രം, പരമാത്മാവിനെ മാത്രം ഓർമ്മിക്കൂ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എന്ന് ബാബ പറയാം. തുമാര സച്ചാ ഖുദാ ദോസ്ത് വഹ്. നമ്മുടെ സത്യമായിട്ടുള്ള ദോസ്ത് ആരാണ്? ശിവബാബയാണ്, ഭഗവാനാണ്. അല്ലാഹ് അവലദീൻ കാ നാടക് ഹാത്ത് മഥായി കാ നാടക് സബ് ഇസ് സമയ കാ ഹെ. അല്ലേ? അലാവുദ്ദീനും അത്ഭുത വിളക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഹാത്ത് മത്തായിയുടെ ഒക്കെ കഥയുണ്ട്. ആ കഥേനെ തന്നെ നാടകമാക്കിയിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഈ സമയത്തിൻ്റെയാണ്. അബി മനുഷ്യ കിത്തന മാതാമാർത്തരത്തെ ഹേ. ബാബ പറയാം മക്കളെ, ഇപ്പോൾ മനുഷ്യരെത്രയോ തലയിട്ടടിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബച്ച കം പൈതാഹോ. എന്നിട്ട് ബാബ പറയാ കുട്ടികളുടെ ജനനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ കഷ്ടപ്പെടുകയാണെന്ന് ബാബ പറയാം. സാരെ വിശ്വമേ സത്യയുഗമേ 9 लाख ആബാദി ജാഗ്രത്തെ. സത്യയുഗത്തിലേ ആകെ 9 ലക്ഷം പേരെ ഉണ്ടാവുള്ളൂ. സത്യയുഗത്തിൽ ഒരേ ഒരു യുഗത്തിൽ. ഇവിടെ 800 കോടി ജനങ്ങൾ. എത്ര വ്യത്യാസമുണ്ട്. ബാക്കി ഇത്തനെ കരോടോ മനുഷ്യ ഓത്താനേ. ഇത്രയും കോടി മനുഷ്യരൊന്നും ഉണ്ടാവില്ല ബാബ കുട്ടികളെന്ന് ബാബ പറയുകയാണ് സത്യയുഗത്തിലേ. സഭ മുക്തിധാം ശാന്തിധാമേ ചലേ. എല്ലാ ആത്മാക്കളും മുക്തിധാമിൽ പോകും, അല്ലെങ്കിൽ ശാന്തിധാമിൽ പോകും. സെയിം വീട് ഒന്ന് തന്നെയാണ്, പേര് പല വിധത്തിലാണ്. यही तो करामत की बात है ना, एक देवी देवता धर्म का फाउंडेशन लगा कर बाकी सब विनाश कर देते हैं. ഇത് ശരിക്കും ഒരു കണക്കെടുപ്പിൻ്റെ സമയം വന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാ കണക്കുകളും തീർത്ത് തിരിച്ചു പോകാനുള്ള സമയമാണ്. ഒരേ ഒരു ദേവി ദേവത ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷൻ ഇടുകയാണ്. അപ്പോൾ ബാബ പറയാ അപ്പോൾ എല്ലാം വിനാശമാണ്. ഈ 84 ജന്മത്തിൻ്റെ ചക്രം നല്ല രീതിയിൽ നിങ്ങൾ ബുദ്ധിയിൽ വെക്കണമെന്ന് ബാബ പറയുകയാണ്. യഹ സ്വദർശൻ ചക്ര. ഇത് സ്വദർശന ചക്രമാണ് എന്ന് ബാബ പറയാൻ. ബാക്കി ചക്രസെ കൊയ് ഗല ആദി നെഹി കാട്ടന ഹെ. ബാക്കി ബാബ പറയണേ ചക്രം കൊണ്ട് കഴുത്തൊന്നും മുറിച്ചിട്ടില്ലയാണ്. അങ്ങനെയാണല്ലോ ഭക്തിയിൽ കാണിക്കുന്നത്. ശ്രീകൃഷ്ണനെ ആ ചക്രം വിട്ടിട്ട് ഇങ്ങനെ അസുരൻ്റെ കഴുത്ത് മുറിച്ചു എന്നൊക്കെ പറയുമല്ലോ കഥകളിൽ. ബാബ പറയാം അങ്ങനെ കഴുത്ത് മുറിക്കുന്ന കാര്യമൊന്നും ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് ബാബ പറയാം
ശാസ്ത്രവും फिर श्री कृष्ण के लिए हिंसक बातें लगाती है. പിന്നെ ശാസ്ത്രങ്ങളിലെ ശ്രീകൃഷ്ണനെ കുറിച്ച് എന്തൊക്കെയാ ഹിംസക കാര്യങ്ങളല്ലേ പറയുന്നത്. ശ്രീകൃഷ്ണൻ കുറേ പേരുടെ കഴുത്ത് ഇങ്ങനെ മുറിച്ചു ചക്രം കൊണ്ടെന്നൊക്കെയല്ലേ പറയുന്നതെന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പം ശരിക്കും കൃഷ്ണനെ ഒരു ഹിംസകനാക്കിയില്ലേ. സബ്കോ സുദർശന ചക്രസ് മാര, എല്ലാവരെയും സുദർശന ചക്രത്തിലൂടെ കൊന്നു എന്നാണ് പറയുന്നത്. യഹ് ബി ഗ്ലാനി കൂടിയില്ല. അപ്പം ഇതും ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഗ്ലാനിയല്ലേ എന്ന് ബാബ ചോദിക്കുക. കിത്ന ഹിംസക് ബനാദിയ, നമ്മുടെ കൃഷ്ണനെ എത്ര ഹിംസകനാക്കി മാറ്റി. തും ഡബിൾ അഹിംസക് വനത്തെ ഹോ, നമ്മളാണെങ്കിലോ ഡബിൾ അഹിംസകനായിട്ട് മാറുന്നവരാണ്. കാം കടാരി ചലാന യഹ് ബി ഹിംസ ഹെ, കാമവികാരത്തിൽ പോകുന്നതും എന്താണ്? ഹിംസയാണ്. കൊല്ലുന്നത് ഹിംസയാണ്, കാമവികാരത്തിൽ പോകുന്നതും ഹിംസയാണെന്ന് ബാബ പറയാം. ദേവതാവും കോത്തോ പവിത്ര കഹാ ജാത്ത ഹെ, ദേവതകളെ പവിത്രം എന്നല്ലേ പറയുന്നത്. योग बल से जबकि विश्व के मालिक बन सकते हो तो योग बल से बच्चे क्यों नहीं पैदा हो सकते हैं. ബാബ പറയാ, യോഗബലത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയായിട്ട് മാറാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ യോഗബലത്തിലൂടെ എന്തുകൊണ്ട് കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ സാധിക്കില്ല എന്ന് ബാബ ചോദിക്കാം. അപ്പം യോഗബലത്തിലൂടെ രാജ്യപദവി നേടാമെങ്കിൽ യോഗബലത്തിലൂടെ കുട്ടികൾക്ക് ജന്മം കൊടുക്കാനും സാധിക്കും. കാരണം സത്യയുഗത്തിൽ വികാരം ഇല്ലല്ലോ. അതാണ് ബാബ പറയുന്നത്. बाबा तो समझते हैं अभी यह पुराना शरीर छोड़ेंगे फिर गोल्डन स्पून इन मौत. അപ്പം ബാബ മനസ്സിലാക്കി തരികയാണ്. ബാബയ്ക്കറിയാം ഇപ്പം ഈ പഴയ ശരീരം ഉപേക്ഷിക്കും, എന്നിട്ട് സത്യയുഗി ശരീരം എടുക്കും. അതാണ് ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് എന്ന് പറയുന്നത്. അതായത് ജനിക്കുമ്പോൾ തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടിയായി ജനിക്കുക എന്നൊക്കെ പറയുമല്ലോ. അതിനർത്ഥം എന്താ? അത്രയും സമ്പന്നനായിട്ടായിരിക്കും ജനിക്കുന്നത്, സമ്പന്ന കുടുംബത്തിൽ ജനിക്കും. അതാണ് സത്യയുഗത്തിൻ്റെ ജനനം. എന്നിട്ട് ബാബ പറയാം, തുമ്പി സംസ്ഥേ ഹോ ഹം അമർലോകുമേ ജനം ലെങ്കേ തോ ഗോൾഡൻ സ്പൂൺ ഇൻ മൗത്ത് പോകാൻ. അപ്പോൾ ബാബ പറയാം, മക്കളെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താ? അമരലോകത്ത് ജനിക്കുവാണെങ്കിലേ നമുക്ക് വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിക്കാമല്ലോ. ഇതിനർത്ഥം എന്താ? അത്രയും സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ ഒരു ലോകത്തിൽ ജനിക്കാമല്ലോ. ഗരീബ് പ്രജ ചായേന, ദരിദ്രരായ പ്രജകൾ വേണമല്ലോ. ദുഃഖിക്ക് കൊയ് ബി ബാത്ത് ഹോത്തി നഹി. ബാബ പറയാണ്, ദുഃഖത്തിൻ്റെ യാതൊരു കാര്യവും അവിടെ ഇല്ല. പ്രജാക്കെ പാസ് തോടെ ഹി ഇത്തന ധന്മാൽ ആദ്യ ഹോത്ത. ബാബ പറയാണ്, പ്രജകളുടെ അടുത്ത് ഇത്രയും ധനവും സമ്പത്തും ഒന്നും ഉണ്ടാവില്ല എന്ന് ബാബ പറയാം. ബാക്കി ഹാ സുഖഹോക ആയു പടി ഹോങ്കി, ബാക്കി നല്ല സുഖമൊക്കെ ഉണ്ടാകും, ആയുസ്സൊക്കെ ഉണ്ടാവും. സത്യയുഗത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. അത് പ്രജയായാലും ദാസനായാലും മഹാരാജാവായാലും എല്ലാവർക്കും അതെല്ലാം ഉണ്ടാകുന്ന ബാബ പറയാം. ദുഃഖയ്ക്ക് കൊയ് ബി ബാത്ത് ഹോത്തി ഹി നഹി. സത്യയുഗത്തിൽ യാതൊരു തരത്തിലുള്ള ദുഃഖത്തിൻ്റെ കാര്യമേ ഇല്ലെന്ന് ബാബ പറയാം. പ്രജാക്ക് പാസ് തോടെ ഹി ധൻ ഇത്തന ധൻ മാൽ അതി ഹോത്താ ഹെ. ബാക്കി പറയാ, പ്രജകളുടെ അടുത്ത് പൈസ കുറച്ച് കുറവായിരിക്കും. രാജാവിൻ്റെ അടുത്ത് എത്ര ഉണ്ടോ അത്രയും പ്രജകളുടെ അടുത്ത് ഉണ്ടാവില്ല, ദാസന്മാരുടെ അടുത്തൊന്നും ഉണ്ടാവില്ല, കുറവായിരിക്കും. രാജാ റാണി സാഹുകാർ പ്രജ സബ് ചാഹിയേന. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ എന്താ പറയുക, രാജാവ് വേണം, റാണി വേണം, ധനവാൻ പ്രജകൾ വേണം, എല്ലാം വേണമല്ലോ എന്ന് ബാബ പറയാം. എല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ ഒരു രാജ്യമാവുന്നത്. അതാ ബാബ പറഞ്ഞ, എല്ലാം വേണമല്ലോ ഒരു രാജ്യത്തിൽ. അച്ഛാ मीठे मीठे सिक्के लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണ പറയാം. बाप की याद के साथ साथ खुशी में रहने के लिए 84 के चक्र को भी याद करना है. ബാബ പറയാണ്, മക്കളെ, ബാബയുടെ ഓർമ്മയോടൊപ്പം
സന്തോഷമായിരിക്കുന്നതിന് വേണ്ടി 84 ജന്മത്തിൻ്റെ ചക്രത്തെയും ഓർമ്മിക്കണം. 84 ജന്മത്തിൻ്റെ ചക്രവും ഓർമ്മിക്കണം. സ്വദർശന ചക്ര ഫിരാന ഹെ, സ്വദർശന ചക്രം കറക്കണം. ഖുദ് കോ അപ്പന സച്ചാ ദോസ്ത് ബനാന ഹെ, സ്വയത്തെ തൻ്റെ സത്യമായ കൂട്ടുകാരനാക്കി മാറ്റാം. സ്വയത്തെ തൻ്റെ സത്യമായ കൂട്ടുകാരനാക്കി മാറ്റണം. डबल अहिंसक बनने के लिए ക്രിമിനലായി को बदल സിവിലായി बनाने. ഡബിൾ അഹിംസകനായി മാറുന്നതിന് വേണ്ടി ക്രിമിനൽ ആയി മാറ്റിയിട്ട് സിവിലായി ആക്കി മാറ്റും. പതീത ദൃഷ്ടി പോയിട്ട് പാവന ദൃഷ്ടിയാക്കി മാറ്റാം. ഹം ആത്മാ ബായി ബായി ഹെ യഹ് അഭ്യാസ് കർണ ഹെ, നമ്മൾ ആത്മാക്കൾ ബായി ബായിയാണ്. ഈ അഭ്യാസം ചെയ്യണം എന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം പറയാ, സർവശക്തിവാൻ ബാप को कंबाइंड रूप में साथ रखने वाले सफलता मूर्त भव. അതായത് സർവശക്തിവാനായ ബാബയെ കമ്പൈൻഡ് രൂപത്തിൽ കൂടെ വയ്ക്കുന്ന സഫലതാ മൂർത്തിയായി ഭവിക്കട്ടെ. കമ്പൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും ബാബയും, എൻ്റെ കൂടെ എപ്പോഴും ബാബയാണ്. അപ്പം എങ്ങനെയാണോ ഞാൻ ആത്മാവും ശരീരവും കമ്പൈൻഡ് ആണല്ലോ അല്ലേ, ഒരുമിച്ചാണ് എപ്പോഴും. അതേപോലെ ബാബയും ഞാനും കമ്പൈൻഡ്. जिन बच्चों के साथ सर्वशक्तिवान बाप कंबाइंड है उनका सर्वशक्तियों पर अधिकार है. അപ്പോൾ ബാബ പറയാ, ഏത് കുട്ടികളുടെ കൂടെയാണോ സർവശക്തിവാനായ ബാബ കമ്പൈൻഡ് ആയിട്ടുള്ളത് അവർക്ക് സർവശക്തികളുടെ മേൽ അധികാരമുണ്ട്. ബാബയുടെ സർവശക്തികളുടെ മേൽ അധികാരമുണ്ട്. और जहाँ सर्वशक्तियां है वहाँ सफलता ना हो ये असंभव है. ഇനി ബാബ പറയാ, എവിടെ സർവശക്തികളുമുണ്ടോ അവിടെ സഫലത ഉണ്ടാവില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. എവിടെ സർവശക്തികളുണ്ടോ അവിടെ സഫലത തീർച്ചയായിട്ടും ഉണ്ടാവും. ആ സഫലത ഉണ്ടാവില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല എന്ന് ബാബ പറയാം. അങ്ങനെ ഒരു സംഭവമില്ല, അത് അസംഭവമാണ്. यदि सदा बाप से कंबाइंड रहने में कमी है तो सफलता भी कम होती है. അപ്പോൾ ബാബ പറയാം, എവിടെയാണോ സദാ ബാബയുമായിട്ട് കമ്പൈൻഡ് ആയിട്ടിരിക്കുന്നതിൽ ഇത്തിരി കുറവ് വരുന്നത്, ബാബയുമായിട്ട് കമ്പൈൻഡ് ആയിട്ടിരിക്കുന്നതിൽ കുറവ് വരുമ്പോൾ സഫലതയും കുറഞ്ഞു പോകുമെന്ന് ബാബ പറയാം. സഫലതയിലും കുറവ് വരുമെന്ന് പറയാം. सदा साथ निभाने वाली अविनाशी साथी को कंबाइंड रखो. സദാ തൻ്റെ കൂട്ട്, അതായത് ഭഗവാൻ നമ്മുടെ കൂട്ടുകാരനല്ലേ, ആ കൂട്ട് നിർവഹിക്കുന്ന അവിനാശി സാത്തിയായ ഭഗവാനെ കമ്പൈൻഡ് ആക്കി വെക്കും. തോ സഫലത ജനം സിദ്ധ അധികാർ ഹേ. അങ്ങനെ ഭഗവാനെ നമ്മൾ നമ്മുടെ കൂട്ടുകാരനാക്കി കമ്പൈൻഡ് ആക്കി വെക്കുകയാണെങ്കിൽ സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമായി. സഫലത ഉറപ്പായിട്ടും കിട്ടും. ക്യോംകി സഫലത മാസ്റ്റർ സർവശക്തിവാൻ കെ ആകെ പീछे घूमती है. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാലേ, സഫലത മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികളുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സഫലത കുട്ടികളുടെ ചുറ്റും നടക്കും. അപ്പോൾ എന്ത്, കുട്ടികൾ സർവശക്തികളുടെ ആധാരത്തിൽ എന്ത് ചെയ്താലും അവിടെ വിജയം ഉണ്ടാവും. അതാണ് ബാബ പറയുന്നത്. ഇനി ബാബ ശ്ലോകം പറയാം. സച്ചേ വൈഷ്ണവ് വഹ ഹൈ ജോ വികാരോം രൂപി ഗന്ദഗി കോ ഛൂത്തെ ഭി നഹി. അതായത് ബാബ പറയാണ്, സത്യമായ വൈഷ്ണവൻ അവരാണ്. ആരാണ് സത്യമായ വൈഷ്ണവൻ? ആരാണോ വികാരങ്ങളാകുന്ന അഴുക്കിനെ ഒന്ന് ടച്ച് പോലും ചെയ്യാത്തത്, അല്ലെ, ആ വികാരങ്ങളാകുന്ന അഴുക്കിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തത്, അവരാണ് വൈഷ്ണവർ. കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം, ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക പോലും അല്ല, അവരാണ് വൈഷ്ണവർ എന്ന് ബാബ പറയും. ഇനി ബാബ അവ്യക്ത സൂചന പറയാം. വിജയരത്നാവണമെങ്കിൽ പ്രീതബുദ്ധിയാവണം. സദാ സ്മൃതി രഹേ
कि हम सर्वशक्तिवान बाप के बच्चे मास्टर सर्वशक्तिवान है. സദാ നമ്മൾ ഓർമ്മിക്കണം, ഞാൻ സർവശക്തിവാനായ ബാബയുടെ കുട്ടി മാസ്റ്റർ സർവശക്തിവാനാണ്. അത് നമ്മൾ ഓർമ്മിക്കണം. സർവശക്തിയാം ഹമാര ശസ്ത്ര ഹെ, അലങ്കാർ ഹെ. സർവശക്തികളും നമ്മുടെ എന്താണ്? ആയുധങ്ങളാണ്, അലങ്കാരമാണെന്ന് ബാബ പറയാണ്. അലങ്കാർധാരി ആത്മാ സദാ സമർത്ഥ വ വിജയീ രഹേങ്കി. അലങ്കാരമുള്ള ആത്മാക്കൾ സദാ സമർത്ഥരായിരിക്കും, അല്ലെങ്കിൽ വിജയിയായിരിക്കും. वो कभी किसी परिस्थिति में डगमग नहीं होते. ബാബ പറയാണ്, അവർ ഒരിക്കലും ഏത് പരിസ്ഥിതിയിലും ഇളകില്ല. അവരൊരിക്കലും ഏത് പരിസ്ഥിതിയിലും ഇളകില്ല എന്ന് പറയാം. സദാ ഏക് ബാപ്പ് ദൂസറ ന കോയി. ഇസ് സ്മൃതി സെ മഹാവീർ ബനോ തോ വിജയി രഹേംഗെ. അപ്പോൾ ബാബ പറയാണ്, സദാ ഒരു ബാബ രണ്ടാമതൊരാളില്ല. ഈ സ്മൃതിയിലൂടെ മഹാവീരനായി മാറൂ, എങ്കിൽ വിജയിയായിട്ട് മാറും. മസ്തക് പർ വിജയ് കാ അവിനാശി തിലക് ചമക്താ രഹേഗ. മസ്തകത്തിൽ വിജയത്തിൻ്റെ അവിനാശി തിലകം തിളങ്ങിക്കൊണ്ടിരിക്കും. മസ്തകത്തിൽ വിജയത്തിൻ്റെ അവിനാശി തിളക്കുണ്ടാവും. ആ അവിനാശി തിലകം ആത്മാവുണ്ടല്ലോ, തിളങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ബാബ പറയാം. അപ്പം നമ്മളിപ്പോൾ മാസ്റ്റർ സർവശക്തിവാനായിട്ട് മാറേണ്ട സമയമാണ് അല്ലേ? അപ്പോൾ മാസ്റ്റർ സർവശക്തിവാനായിട്ട് മാറണമെങ്കിൽ സർവശക്തിവാനായ ബാബയെ ഓർമ്മിക്കും. സർവശക്തിവാനായ ബാബയെ ഓർമ്മിച്ച് നമ്മൾ മാസ്റ്റർ സർവശക്തിവാനായിട്ട് മാറും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. അച്ഛാ, ഓം ശാന്തി.
पहले भी पालना दी आपने कमाल की, व्यक्त होके सेवा और भी विशाल की। सोच के ऐसी सेवा आँख भर आए, सोच के ऐसी सेवा आँख भर आए, देगा कौन इतना प्यार आपके सिवाय। आपकी याद बाबा, सुनते हैं ध्यान से आपका ये कहना, निराकारी निर्विकारी निरंकारी रहना। आप जो भी कहते बाबा करके दिखाएं, आप जो भी कहते बाबा करके दिखाएं, देगा कौन इतना प्यार आपके सिवाय। आपकी याद बाबा रह रह के आए, आपकी याद बाबा रह रह के आए, देगा कौन इतना प्यार आपके सिवाय। देगा कौन इतना प्यार आपके सिवाय। देगा कौन इतना प्यार आपके सिवाय। ओम शांति। ओम शांति। ओम शांति।